അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലെ ജനറൽ പേപ്പറിന്റെ സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിന്റെ സ്റ്റാർട്ടിങ് ആയിരുന്നു അല്ലെ, ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കി വന്നിട്ടുണ്ടായിരിക്കും, പഠിച്ചു വന്നിട്ടുണ്ടായിരിക്കും എന്നുള്ളത് വിശ്വസിക്കുകയാണ്. നമ്മളല്ലേ ഓരോ ക്ലാസ്സുകൾ ഓരോ ദിവസവും നിങ്ങൾക്ക് ലൈവ് കിട്ടുന്നുണ്ട്. അതിന്റെ നോട്ട് PDF ആയിട്ട് നിങ്ങൾക്ക് നോട്ട് തരുന്നുണ്ട്. റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ ആ ഒരു സമയത്ത് തന്നെ അല്ലെ അതാത് ദിവസത്തെ കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കി പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അല്ലെ ഒരു ഭാരമായിട്ട് തോന്നൂല. അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റുകൾക്ക് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താവും, ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും പഠിക്കുന്ന സമയത്ത്. അപ്പം നമ്മൾ അതാത് ദിവസങ്ങളിലേത് എന്ത് ചെയ്യുക, കുറച്ച് 1 മണിക്കൂറത്തെ ലൈവ് ആയിരിക്കും, കുറച്ച് ടോപ്പിക് ആയിരിക്കും നിങ്ങൾക്ക് ഓരോ ദിവസം കവർ ചെയ്യുന്നത്. അത് നിങ്ങൾ ആ ഒരു കറക്റ്റ് രീതിയിൽ ഫോളോ ചെയ്യുക. ബാക്കിയുള്ള സമയത്ത് ഒരുപാട് ക്വസ്റ്റ്യൻ അല്ലെ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ ശ്രദ്ധിക്കാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തെടുത്തിട്ടുണ്ടായിരുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ ബേസിക് ആയിട്ടില്ല റിസർച്ചിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് റിസർച്ച്, എന്തൊക്കെയാണ് റിസർച്ചിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, എന്തൊക്കെയാണ് റിസർച്ചിന്റെ ഒബ്ജക്റ്റീവ്സ്, എന്തൊക്കെയാണ്, ആൻഡ് ആ ഒരു ഏരിയയിൽ ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്ത് വന്നിട്ടുള്ളത് എന്നുള്ളതും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നത് റിസർച്ചിന്റെ ടൈപ്പ് ആയിരുന്നു അല്ലെ, റിസർച്ചിന്റെ ഏതൊക്കെ ടൈപ്പുകൾ ഉണ്ട് എന്നുള്ളതായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ട് നിന്നുണ്ടായിരുന്നത്. നമുക്ക് കുറച്ച് എന്ത് ചെയ്യാം, കുറച്ച് ക്വസ്റ്റ്യനിലേക്ക് പോവാം. പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ റിസർച്ചിന്റെ ടൈപ്പുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോ ക്വസ്റ്റ്യൻസ് അല്ലെ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ടൈപ്പ് ഓഫ് റിസർച്ച് ഇന്നലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടൈപ്പ് ഓഫ് റിസർച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ടൈപ്പ് ഓഫ് റിസർച്ച് ഇന്ന് ഡയറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഈസ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്. എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. ഓപ്ഷൻ 4 ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ, ഇറ്റ് ഡിസ്ക്രൈബ് സോഷ്യൽ സിറ്റുവേഷൻ, സോഷ്യൽ ഇവന്റ്സ്, സോഷ്യൽ സിസ്റ്റംസ്, സോഷ്യൽ സ്ട്രക്ചേഴ്സ്. The researcher observes, studies and then describe what he finds. അതാണ് ഓപ്ഷൻ എയിൽ പറഞ്ഞിട്ടുള്ളത്. എന്താ പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻ എ, എന്താ പറഞ്ഞിട്ടുള്ളത്? ഇത് ഇറ്റ് ഡിസ്ക്രൈബ് സോഷ്യൽ സിറ്റുവേഷൻ അല്ലെ. സോഷ്യൽ സിറ്റുവേഷന്, സോഷ്യൽ ഇവന്റ്സ്, സോഷ്യൽ സിസ്റ്റംസും സോഷ്യൽ സ്ട്രക്ചേഴ്സും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. The research observes, study and then describe what he finds. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും, ക്വസ്റ്റ്യൻ അല്ലെ റിസർച്ചിന്റെ ഭാഗത്തിൽ നിന്നും ഒരു 80% ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടും ഞാൻ പറഞ്ഞു തരുന്ന ഒരു കുറച്ച് ട്രിക്കും വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു 80% നിങ്ങൾക്ക് ആ ട്രിക്ക് യൂസ് ചെയ്താൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ആൻസറിലേക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളത്. അപ്പോ ഇവിടെ യൂസ് ചെയ്യേണ്ട ട്രിക്ക് എന്ന് പറയുന്നത് കണക്റ്റീവ് ട്രിക്കാ. കണക്ഷൻ അല്ലെ, അതായത് ക്വസ്റ്റ്യനിലുള്ള വേർഡും ആൻസറിലുള്ള വേർഡും കണക്റ്റ് ആവോ എന്ന് നോക്കുക. അങ്ങനെ നമുക്ക് ഒരു 80% നമുക്ക് ആൻസറുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം ഓപ്ഷൻ എയിൽ പറഞ്ഞിട്ടുള്ളത് ഡിസ്ക്രൈബ് സോഷ്യൽ സിറ്റുവേഷനും ഇവന്റ്സും ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ്? റിസർച്ചർ ഒബ്സർവ്, സ്റ്റഡീസ് ആൻഡ് ദെൻ ഡിസ്ക്രൈബ് വാട്ട് ഹി ഫൈൻഡ് അല്ലെ, കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഏത് റിസർച്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? എക്സ്പ്ലോറേറ്ററി ആണോ? എക്സ്പ്ലോറേറ്ററി റിസർച്ച് ആണോ? ഡിസ്ക്രിപ്റ്റീവ് അല്ലെ, ഡിസ്ക്രിപ്റ്റീവ് അല്ലെ, ആ ഒരു സെന്റൻസിൽ തന്നെ ഉണ്ട് എന്താണ്, ഡിസ്ക്രിപ്റ്റീവ് ആണ്. അപ്പം ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് റിസർച്ച് ആണ് എന്ത് എന്നിട്ടുള്ളത് ഓപ്ഷൻ എ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഓപ്ഷൻ എ തെറ്റാണ് അല്ലെ. ഓപ്ഷൻ ബിയിൽ എന്താ, ഇറ്റ് സ്റ്റഡീസ് സബ്ജക്ട് അബൌട്ട് വിച്ച് ഐദർ നോ ഇൻഫർമേഷൻ ഓർ ഇമ്മീഡിയറ്റ് ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ. ശരിയാണോ? ഓപ്ഷൻ ബി ശരിയാണോ? ഓപ്ഷൻ സി നോക്കിക്കേ, ഇറ്റ് എക്സ്പ്ലെയിൻ ദ കോസ് ഓഫ് സോഷ്യൽ ഫിനോമിന, ഡിസ്ക്രൈബ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് നേച്ചർ ഓഫ് ക്രൈംസ് കമ്മിറ്റഡ് ബൈ ഫീമെയിൽസ് ഇൻ ഇന്ത്യ, ഈസ് വൺ ആസ്പെക്ട്സ് ഓഫ് ഫീമെയിൽ ക്രൈം ബട്ട് വൈ ദേ കമ്മിറ്റ് ക്രൈം ഇൻ എക്സ്പ്ലോറേറ്ററി. അതായത് ഒരു അപ്ലിക്കേഷൻ ലെവലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഓപ്ഷൻ സിയിൽ തന്നിട്ടുള്ളത്. കോസ് ഓഫ് സോഷ്യൽ ഫിനോമിനയാണ് തന്നിട്ടുള്ളത്. കോസ് ഓഫ് സോഷ്യൽ ഫിനോമിന നോക്കുക എന്ന് പറയുന്നത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്?
എക്സ്പ്ലനേറ്ററി ആണ് അല്ലെ, എക്സ്പ്ലനേഷൻ ആണ് കോസ് ഒരു ഫിനോമിന അല്ലെങ്കിൽ ഒരു സിറ്റുവേഷന്റെ അല്ലെങ്കിൽ ഒരു ഇവന്റിന്റെ കോസ് നോക്കുക എന്ന് പറയുന്നത്, അതിന്റെ കാരണം എന്താണ് എന്നുള്ളത് പരിശോധിക്കുക എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? എക്സ്പ്ലനേറ്ററി ആണ് അല്ലെ. ആൻഡ് ഓപ്ഷൻ ഡി നോക്കിക്കേ, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ കോമൺ സെൻസ് നോളജ് ബേസ്ഡ് അല്ലെ, ഓൺ ദ അക്യുമുലേറ്റഡ് എക്സ്പീരിയൻസ് ആൻഡ് ബിലീഫ് ഓഫ് ദി പീപ്പിൾ. അപ്പം ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഒരു റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ല. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ വരിക ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ. അപ്പൊ നമുക്കറിയാം ഓപ്ഷൻ എയിലാണെങ്കിലും സിയിലാണെങ്കിലും ഒക്കെ എന്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ ഒരു കണക്റ്റിംഗ് വേർഡ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കണക്റ്റിംഗ് വേർഡ് തന്നിട്ടുണ്ട്. അപ്പം എന്താണ് ഓപ്ഷൻ ആൻസർ എന്താണ്? ആൻസർ എന്തായിരിക്കും? പറഞ്ഞ എന്തായിരിക്കും ആൻസർ? എന്തായിരിക്കും? ഓപ്ഷൻ എ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൻ്റെതാണ്. ഓപ്ഷൻ സി പറയുന്നത് ഒരു എക്സ്പ്ലനേറ്ററി ആണ്. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എക്സ്പ്ലോറേറ്ററി ആണ് കേട്ടോ, എക്സ്പ്ലോർ ചെയ്യുക. അപ്പം എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു പുതിയ അല്ലെ, നമുക്ക് അറിയാത്ത ഒരു ടോപ്പിക്കിന്, അതല്ലെങ്കിൽ നമുക്ക് കുറച്ചറിവുള്ള ലിമിറ്റഡ് ഇൻഫർമേഷൻ മാത്രം നമ്മളെ കയ്യിലുള്ള കുറച്ചറിവുള്ള കാര്യത്തിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റഡി നടത്തുന്നതിനെ, അതിനെ പറ്റിയിട്ട് അറിയാൻ വേണ്ടിയിട്ട്, കൂടുതലായിട്ട് അതിനെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് സ്റ്റഡി നടത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഏതായിരിക്കും? എ ആയിരിക്കോ, ബി ആയിരിക്കോ, സി ആയിരിക്കോ? അതെ അല്ലെ, ഓപ്ഷൻ ബി ആയിരിക്കും. ഓക്കെ, ഓപ്ഷൻ ബി ആയിരിക്കും. It studies subject about which either no information or limited information is available. അതായത് നമ്മൾ ഒരു പഠനം നടത്താൻ എന്തിനെ പറ്റിയിട്ട്, നമുക്ക് ഒരു ഇൻഫർമേഷൻ അറിയാത്തൊരു കാര്യത്തിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ കുറച്ച് ഇൻഫർമേഷൻ അറിയുന്ന ഒരു കാര്യത്തിനെ പറ്റിയിട്ട് നമ്മൾ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് പഠനം നടത്തുന്നതിനെയാണ് എന്ത് പറയാ, എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. വാട്ട് ഈസ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് മെത്തേഡ്? ഹിസ്റ്റോറിക്കൽ റിസർച്ച് മെത്തേഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിലും നിങ്ങൾ യൂസ് ചെയ്യേണ്ട ട്രിക്ക് എന്താണ്? കണക്ഷൻ ട്രിക്ക് ആണ്. നിങ്ങളൊന്ന് ആൻസർ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. നിങ്ങൾ ആൻസർ പറയുമ്പോൾ ഇനിയിപ്പോ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഇവിടെ ആരും നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ജഡ്ജ് ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങൾ ആൻസർ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം നിങ്ങൾ ഇപ്പം പഠിച്ചു പോകും. അതാണ് നമ്മളൊരു ട്രൈ ചെയ്യുന്ന സമയത്ത്, ഇനിയിപ്പോ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ആ ഒരു കാര്യം നിങ്ങൾ ഇപ്പൊ പഠിച്ചു പോകും എന്നുള്ളതാണ്. ഈ ഒരു ക്വസ്റ്റ്യന് പിന്നെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യനോ ഇത് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ക്വസ്റ്റ്യനോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്യുക ആൻസർ പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. ഓക്കെ, ഓപ്ഷൻ സി ആണെന്ന് പറയുന്നുണ്ട്. അതായത് ഹിസ്റ്റോറിക്കൽ റിസർച്ച് മെത്തേഡിലെ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, പാസ്റ്റിലുള്ള ഇവന്റ്സ് ആയിരിക്കും. ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റിലുള്ള ഇവന്റ്സ് ആയിരിക്കും. അപ്പൊ ഓപ്ഷൻ എയിൽ തന്നിട്ടുള്ളത് പ്രസന്റ് സിറ്റുവേഷനാ. ഇറ്റ് കളക്ട് ഫാക്ട് ബൈ അണ്ടർസ്റ്റാൻഡിങ് ദ പ്രസന്റ് സിറ്റുവേഷൻ. അപ്പൊ അതല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം, അത് തെറ്റാണ് എന്നുള്ളത് ഉറപ്പിക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഓപ്ഷൻ നോക്കിക്കേ, ഇറ്റ് കളക്ട് ഫാക്ട് ബൈ പ്രഡിക്റ്റിംഗ് ദ ഫ്യൂച്ചർ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഇൻക്ലൂഡ് ക്വസ്റ്റ്യനർ അല്ലെ, അതായത് ഫ്യൂച്ചർത്തതാണ് പറഞ്ഞിട്ടുള്ളത്, അതും തെറ്റാണ്. മൂന്നാമത്തെ നോക്കിക്കേ, ഇറ്റ് കളക്ട് ഫാക്ട് ബൈ ഗോയിങ് ടു ദ പാസ്റ്റ് ഇൻ ഡിഫറെന്റ് പീരിയഡ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഇൻക്ലൂഡ് റിട്ടൺ റെക്കോർഡ്സ്, ന്യൂസ് പേപ്പേഴ്സ്, ഡയറി, ലെറ്റേഴ്സ്, ട്രാവലേഴ്സ്, അക്കൗണ്ട്സ്, ഡോക്യുമെന്റ്സ് അല്ലെ. അതാണല്ലേ പാസ്റ്റിലുള്ള ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ട് റിസർച്ച് നടത്തുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. നിങ്ങൾ പറഞ്ഞിട്ടുള്ള ആൻസർ ശരിയാണ് കേട്ടോ. അപ്പം കോമൺ സെൻസ് അല്ല, പ്രസന്റത്തതല്ല, ഫ്യൂച്ചർത്തതല്ല, എന്താണ് പാസ്റ്റിലുള്ള കാര്യങ്ങൾ. എന്തൊക്കെ സോഴ്സ് നമുക്ക് കിട്ടുക, നമ്മൾ എന്തെങ്കിലും എഴുതിയിട്ടുള്ള ബുക്കിലെ റിട്ടൺ റെക്കോർഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ന്യൂസ് പേപ്പറിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഡാറ്റ, ഡയറിന്ന്, ലെറ്റേഴ്സ് നിന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രാവൽ അക്കൗണ്ട്സ് നിന്ന്, ഡോക്യുമെന്റ്സ് എന്നൊക്കെ അങ്ങനെയൊക്കെ ഉള്ള ഓൾറെഡി റിട്ടൺ ആക്കി വെച്ചിട്ടുള്ള, ഓൾറെഡി എടുത്ത് വെച്ചിട്ടുള്ള, പാസ്റ്റിൽ കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളെ അതിനെ പറ്റിയിട്ട് അല്ലെ, അത് ഡാറ്റ കളക്ട് ചെയ്തിട്ട് പഠിക്കുന്നതിനെയാണ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യനില് ഞാൻ പറഞ്ഞു ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക്രൈബ് അല്ലെ, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ കീവേഡ്സ് ആണ് കേട്ടോ. നിങ്ങൾക്ക് റിസർച്ചിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിസർച്ച് നിങ്ങൾ എഴുതി വെക്കുന്ന നോട്ട്ബുക്കിൽ ഒരു പേജ് കീവേഡ് എഴുതാൻ വേണ്ടിയിട്ട് വിടണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എഴുതിക്കോ, ഡിസ്ക്രൈബ്
അല്ലെ? ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് അത് നമ്മൾ എത്തുട്ടോ. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്താണ്? ഡിസ്ക്രൈബ് ആണ്. ആൻഡ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് പാസ്റ്റ് ഇവന്റ് അല്ലെ? പാസ്റ്റ് ഇവന്റ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കും? ഹിസ്റ്റോറിക്കൽ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കും. ഓക്കെ, കണക്റ്റിംഗ് കീവേഡ് എഴുതി വെച്ചുക്കോട്ടോ. ഹിസ്റ്റോറിക്കൽ റിസർച്ച് ഒരു ഹൈഫൺ ഇടുക. കീവേഡ് എന്താണ്? പാസ്റ്റ് ഇവന്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് തേർഡ് ഓപ്ഷൻ. ഓക്കെ, ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പ്യുവർ റിസർച്ച്? പ്യുവർ റിസർച്ച്, ഈ പ്യുവർ റിസർച്ച് എന്താന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു. പ്യുവർ റിസർച്ച് എന്താന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്യുവർ റിസർച്ചിന്റെ വേറെ പേരെന്തായിരുന്നു? നമ്മളൊരു വേറൊരു പേരും കൂടെ പ്യുവർ റിസർച്ചിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു പ്യുവർ റിസർച്ചിന്റെ വേറെ 2-3 പേരും കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഓർമ്മയുണ്ടോ? എന്തായിരുന്നു? ബേസിക് റിസർച്ച്, ഫണ്ടമെന്റൽ റിസർച്ച് അല്ലെ? ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? തിയററ്റിക്കൽ റിസർച്ച്. ഇതൊക്കെ നമ്മൾ പ്യുവർ റിസർച്ചിന്റെ വേറെ പേരുകളാണ് അല്ലെ? പ്യുവർ റിസർച്ചിന്റെ വേറെ പേരുകളാണ് ബേസിക് റിസർച്ച്, ഫണ്ടമെന്റൽ റിസർച്ച്, തിയററ്റിക്കൽ റിസർച്ച് എന്നൊക്കെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അപ്പൊ തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റുമല്ലോ. ആൻസർ പറഞ്ഞ ഏതായിരിക്കും? ആൻസർ എന്തായി വരിക? അല്ലെ? ശരിയാണ് കേട്ടോ, ശരിയാണ്. ഓപ്ഷൻ ഡി അല്ലെ? ഓപ്ഷൻ ഡി ആണ്. ഇറ്റ് ആൾസോ കോൾഡ് ബേസിക് റിസർച്ച് ആൻഡ് ഇറ്റ്സ് കൺസേൺഡ് വിത്ത് ക്വസ്റ്റ് ഫോർ നോളജ് ആൻഡ് നോയിങ് മോർ അബൌട്ട് ദ ഫിനോമിനം വിത്തൗട്ട് കൺസേൺ ഫോർ ഇറ്റ്സ് പ്രാക്ടിക്കൽ യൂസ് അല്ലെ? അപ്പൊ ഫസ്റ്റത്തെ ഓപ്ഷൻ എന്താ? ഫസ്റ്റത്തെ ഓപ്ഷൻ എന്താ? ഇറ്റ് കൺസേൺഡ് വിത്ത് സെർച്ച് ഫോർ വേ ഓഫ് യൂസിങ് സയന്റിഫിക് നോളജ് ടു സോൾവ് പ്രാക്ടിക്കൽ പ്രോബ്ലം അല്ലെ? സയന്റിഫിക് നോളജ് പ്രാക്ടിക്കൽ പ്രോബ്ലം ആയിട്ട് മാറ്റുന്നത് എന്താണ്? അപ്ലൈഡ് റിസർച്ച് ആണ് കേട്ടോ. ഫസ്റ്റത്തെ ഓപ്ഷൻ നോക്ക്. ഇറ്റ് കൺസേൺഡ് വിത്ത് സെർച്ച് ഫോർ വേ ഓഫ് യൂസിങ് സയന്റിഫിക് നോളജ് അല്ലെ? സയന്റിഫിക് നോളജ് ടു സോൾവ് പ്രാക്ടിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് സയന്റിഫിക് നോളജ് അല്ലെ യൂസ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ തിയറി ഉപയോഗിച്ചിട്ട് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയാ? അപ്ലൈഡ് റിസർച്ച്. അപ്പൊ ഫസ്റ്റത്തെ എന്താണ്? അപ്ലൈഡ് റിസർച്ച് ആണ്. അതിന്റെ രണ്ടാമത്തെ ഓപ്ഷൻ അല്ലെ? ബി എന്താ? ഇറ്റ് ഡസ് നോട്ട് ഡെവലപ്പ് ദ ടെസ്റ്റ് ഹൈപ്പോത്തിസിസ് ആൻഡ് തിയറീസ്. പക്ഷെ പ്യുവർ റിസർച്ചിൽ എന്ത് ചെയ്യും? ഇവിടെ ഡസ് നോട്ട് ആണ് തന്നിട്ടുള്ളത് അല്ലെ? ഹൈപ്പോത്തിസിസും തിയറീസും ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻ ബി. പക്ഷെ എന്താണ്? ഇറ്റ് ഡസ് ആണ് അല്ലെ? നോട്ട് വരൂല. ഇത് ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും തിയറീസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ പ്യുവർ റിസർച്ച് പറ്റും. അതുകൊണ്ട് ഓപ്ഷൻ ബി തെറ്റാണ്. ദിസ് റിസർച്ച് ഈസ് നോട്ട് യൂസ്ഡ് ടു റിജക്ട് ഓർ സപ്പോർട്ട് ദ എക്സിസ്റ്റിംഗ് തിയറി അബൌട്ട് സോഷ്യൽ ഫിനോമിന അല്ലെ? ഈ റിസർച്ച് എന്ത് ചെയ്യും? ഡസ് നോട്ട് യൂസ് ടു റിജക്ട് ഓർ സപ്പോർട്ട് എക്സിസ്റ്റിംഗ് തിയറി എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എന്താണ്? നമ്മൾ നിലവിലുള്ള ഒരു തിയറി ടെസ്റ്റ് ചെയ്യാനും അത് റിജക്ട് ചെയ്യണമെങ്കിൽ, അത് തെറ്റാണെങ്കിൽ റിജക്ട് ചെയ്യാനും ഒക്കെ സാധിക്കും എന്നുള്ളതാണ് പ്യൂർ റിസർച്ചിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താണ്? ബേസിക് റിസർച്ച് ആണ് അല്ലെ? ഫണ്ടമെന്റൽ റിസർച്ച് ആണ്. അപ്പം നമ്മൾ ഇനി ടൈപ്പ് ഓഫ് റിസർച്ച് ഇന്നലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതായിരുന്നു. ഒന്നൊരു റിവിഷൻ പോലെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാ. ടൈപ്പ് ഓഫ് റിസർച്ച് അല്ലെ? ടൈപ്പ് ഓഫ് റിസർച്ചിനെ നമുക്ക് 4ആയിട്ട് മെയിൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് അതിന്റെ അപ്ലിക്കേഷന്റെ ബേസിൽ, ഒന്ന് അതിന്റെ ഒബ്ജക്റ്റീവിന്റെ ബേസിൽ, നേച്ചർ ഓഫ് ഡാറ്റന്റെ ബേസിൽ, ടൈമിന്റെ ബേസിൽ അല്ലെ? അപ്ലിക്കേഷന്റെ ബേസിൽ വരുന്നതാണ് എന്തൊക്കെയാ? ആക്ഷൻ റിസർച്ച്, ഇവാലുവേഷൻ റിസർച്ച്, ബേസിക് റിസർച്ച്, അപ്ലൈഡ് റിസർച്ച്. ഓക്കെ, ആൻഡ് ബേസ്ഡ് ഓൺ ദ ഒബ്ജക്റ്റീവ്സ് അല്ലെ? ഒബ്ജക്റ്റീവ്സിന്റെ ബേസിലാണെങ്കിൽ എക്സ്പ്ലോറേറ്ററി, ഡിസ്ക്രിപ്റ്റീവ്, എക്സ്പ്ലനേറ്ററി, അനലറ്റിക്കൽ ഒക്കെ വരുന്നത് ബേസ്ഡ് ഓൺ അതിന്റെ ഒബ്ജക്റ്റിന്റെ ബേസിൽ, റിസർച്ചിന്റെ ഒബ്ജക്റ്റിന്റെ ബേസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ആൻഡ് അതിൽ നമ്മൾ റിസർച്ച് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഡാറ്റ കളക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അങ്ങനെ നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റന്റെ ബേസിലാണെങ്കിൽ അതിനെ ക്വാളിറ്റേറ്റീവ് എന്നും ക്വാണ്ടിറ്റേറ്റീവ് എന്നും അല്ലെങ്കിൽ മിക്സ്ഡ് മെത്തേഡ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതല്ല നമ്മൾ ടൈമിന് റിസർച്ച് ചെയ്യുന്ന ടൈമിന്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെ ക്രോസ് സെക്ഷനിൽ നിന്നും ലോഞ്ചിറ്റ്യൂഡിനിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബേസിക് റിസർച്ച് അല്ലെ? ഫസ്റ്റത്തെ റിസർച്ച് ഏതാണ്? ബേസിക് റിസർച്ച്. ബേസിക് റിസർച്ചിന്റെ വേറെ പേരുകളാണ് പ്യുവർ റിസർച്ച്, ഫണ്ടമെന്റൽ റിസർച്ച്, തിയററ്റിക്കൽ റിസർച്ച്. ഓക്കെ, ബേസിക് റിസർച്ചിന്റെ വേറെ പേരുകൾ, അല്ലെങ്കിൽ പ്യുവർ റിസർച്ച് കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളതാണ്. 2025
ഒരു സബ്ജക്റ്റിന്റെ ജനറൽ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് പ്യുവർ റിസർച്ച് എന്താന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നോക്കിയിട്ടുള്ളത്. അപ്പോൾ അത്രയും ഇമ്പോർട്ടന്റ് ഉള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കണം കേട്ടോ. അപ്പൊ ഫണ്ടമെന്റൽ റിസർച്ച്, പ്യുവർ റിസർച്ച്, തിയററ്റിക്കൽ റിസർച്ച് എന്നൊക്കെ പറയുന്നതിന്റെ ബേസിക് റിസർച്ചിന്റെ വേറെ പേരുകൾ തന്നെയാണ്. എന്താണ്? ഇറ്റ് എയിം അറ്റ് ഡെവലപ്പിംഗ് സയന്റിഫിക് തിയറി ഫോർ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് പ്രഡിക്ഷൻ ഓഫ് നാച്ചുറൽ ഓർ അതർ ഫിനോമിന, നോട്ട് ഇമ്മീഡിയറ്റ് പ്രാക്ടിക്കൽ ഇംപ്രൂവ്മെന്റ്. അല്ലെ, ബേസിക് റിസർച്ചിൽ എന്താ പറയുന്നത്? മെയിൻ ആയിട്ട് പുതിയ തിയറികൾ ഉണ്ടാക്കാൻ, അല്ലെ, ഡെവലപ്പിംഗ് ന്യൂ തിയറി, പുതിയ തിയറികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിലവിലുള്ള എക്സിസ്റ്റിംഗ് തിയറികളെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് തിയറികളെ ടെസ്റ്റ് ചെയ്തിട്ട് അത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ബേസിക് റിസർച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ നോളജ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന്റെ ഒരു വിഷയത്തിനെ കുറിച്ചിട്ടുള്ള നമ്മളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, അല്ലെ, രീതി, അല്ലെ, നമുക്ക് ആ ഒരു വിഷയത്തിനെ കുറിച്ച് നമ്മൾ എത്രത്തോളം അണ്ടർസ്റ്റാൻഡിങ് ചെയ്തിട്ടുണ്ടോ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളുടെ നോളജ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സാധിക്കും. എങ്ങനെ? ബേസിക് റിസർച്ച് ചെയ്യുകയാണെങ്കിൽ. അപ്പം ബേസിക് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയറി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, പുതിയൊരു തിയറി ഡെവലപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ നിലവിലുള്ള ഒരു തിയറിയെ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും, അതിന്റെ നിലവിലുള്ള ഒരു തിയറിയെ ഇനിയും കൂടുതൽ കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ബേസിക് റിസർച്ച് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ പ്യുവർ അല്ലെങ്കിൽ തിയററ്റിക്കൽ റിസർച്ച് എന്നൊക്കെ പറയുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ഇമ്മീഡിയറ്റ് പ്രാക്ടിക്കൽ ഇംപ്രൂവ്മെന്റ്. ഇത് പക്ക തിയററ്റിക്കൽ ആണ്. ഇവിടെ ഒരു പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം എന്തിൽ വരുന്നില്ല? ബേസിക് റിസർച്ചിൽ വരുന്നില്ല. നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ, ജനറലൈസേഷൻ വിത്ത് ഫോർമുലേഷൻ ഓഫ് തിയറി ഓർ ടെസ്റ്റിംഗ് തിയറി. അല്ലെ, എന്താ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജനറലൈസേഷൻ ചെയ്യാൻ വേണ്ടി പറ്റും വിത്ത് ഫോർമുലേഷൻ ഓഫ് തിയറി ഓർ ടെസ്റ്റിംഗ് തിയറി. നമ്മളുടെ ഒരു തിയറി ഉണ്ടാക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഉള്ള ഒരു തിയറി ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതൊരു കൺക്ലൂഷനിലേക്ക്, അല്ലെ, ഒരു തിയറി എന്ന് പറയുമ്പോൾ എന്താ, ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുകയാണ്. അതായത് എന്താണ്, ഇപ്പൊ നമുക്കൊരു എങ്ങനെ, അല്ലെ, വൈ, എന്തുകൊണ്ട് നടക്കാൻ പറ്റും, എങ്ങനെയാണ് ആ കാര്യങ്ങളൊക്കെ നടക്കുന്നത്, ഹൗ, അല്ലെ, വൈ, ഹൗ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉത്തരം എന്ത് ചെയ്യും? ബേസിക് റിസർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഒരു ഫ്യൂച്ചറിലുള്ള ഒരു ഇവന്റോ ബിഹേവിയർ ഒക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഫണ്ടമെന്റൽ അല്ലെങ്കിൽ ഒരു ബേസിക് റിസർച്ച് നടത്തുന്നതിലൂടെ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് കൺസേണിങ് പ്രിൻസിപ്പിൾസ്, ലോ, റൂൾസ്, അല്ലെ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ തിയററ്റിക്കൽ ആകുന്ന സമയത്ത് തന്നെ ഒരുപാട് പ്രിൻസിപ്പിൾസ്, ലോ, റൂൾസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻഡക്റ്റീവും ഡിഡക്റ്റീവും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ. ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു? എന്തായിരുന്നു ഡിഡക്റ്റീവ് എന്ന് പറയുമ്പോൾ? എന്താണ്? ഒരു കോഡ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട്. ഡിഡക്റ്റീവ് എന്താണെന്നുള്ളത് ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് ഒരു കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? യെസ്, കറക്റ്റ് ആണ്. DGP, അല്ലെ, DGP. അപ്പം ജനറൽ ടു പെർട്ടിക്കുലർ അല്ലെങ്കിൽ ജനറൽ ടു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ ഡിഡക്റ്റീവ്. ഇൻഡക്റ്റീവ് ആണെങ്കിലോ സ്പെസിഫിക് ടു അല്ലെങ്കിൽ പെർട്ടിക്കുലർ ടു ജനറൽ ആണ്, അല്ലെ. അപ്പൊ ഇവിടെ എന്താ വരിക? ഇവിടെ ഇത് ഇൻഡക്റ്റീവ് ആയിരിക്കും കേട്ടോ. ഇൻഡക്റ്റീവ് ആണ് ബേസിക് റിസർച്ച് എന്ന് പറയുന്നത്. അതായത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യം അതിനെ പഠിച്ച് നമ്മളൊരു തിയറി ഉണ്ടാക്കുക. തിയറി എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ജനറലൈസ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഇതെന്താണ്? ഒരു ഇൻഡക്റ്റീവ് ടൈപ്പ് ഓഫ് റിസർച്ച് ആണ് കേട്ടോ. ആൻഡ് അറ്റൈൻമെന്റ്, ഇൻക്രീസ് ആൻഡ് വേരിഫിക്കേഷൻ ഓഫ് നോളജ്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള പോയിന്റ് തന്നെയാണ്. എന്താണ്? നമ്മളുടെ നോളജിലെ നമ്മളുടെ അറിവുകൾ വേരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കൊരു എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടാകും. അത് തെറ്റാണോ ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യണം. അതിന്റെ ഉള്ള ഐഡിയനെ നമുക്ക് ഇൻക്രീസ് ചെയ്യാനൊക്കെ ഈ റിസർച്ച് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് എസെൻഷ്യലി പോസിറ്റീവ്, നോട്ട് നോർമാറ്റീവ്. എന്താ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ? എന്താ അതായത് പോസിറ്റീവ് എന്ന് പറയുമ്പോൾ സ്റ്റഡി വാട്ട് ഈസ്, അതായത് നമ്മൾ ഫാക്ട് അല്ലെങ്കിൽ റിയാലിറ്റിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കുന്നതിനെയാണ് പോസിറ്റീവ് ആയിട്ടുള്ളത് എന്ന് പറയുന്നത്. ഓക്കെ, ഫാക്ട് അല്ലെങ്കിൽ റിയാലിറ്റി ബേസ് ചെയ്തിട്ടുള്ള ഒരു പഠനമാണെങ്കിലാണ് പോസിറ്റീവ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഇവിടെ. ആൻഡ് നോർമേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളുടെ വാല്യൂ, നമ്മളുടെ ഒപ്പീനിയൻ, ഒരു ഹ്യൂമൻ നമുക്ക് അങ്ങനെയുള്ളത്, അല്ലെ, ഫാക്റ്റിനെക്കാട്ടിലും ഉപരിയായിട്ട്, അല്ലെ,
നമുക്ക് നമ്മളുടെ വാല്യൂവിനെയും നമ്മളുടെ ഒപ്പീനിയനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ അതാണ് നോർമാറ്റീവ്. പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഫാക്റ്റ് ആയിട്ടുള്ള, പ്രൂവൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള, അല്ലെങ്കിൽ റിയാലിറ്റി ആണ് പോസിറ്റീവ് എന്ന് പറയുന്നത്. അപ്പം തിയററ്റിക്കൽ റിസർച്ച് എന്ന് പറയുമ്പോൾ എന്താണ്, അതൊരു പോസിറ്റീവ് ആണ്. അവിടെ എന്തല്ല, നോർമാറ്റീവ് അല്ല. ഓക്കെ, and it does not aim at solving immediate problem. ഇമ്മീഡിയറ്റ് പ്രോബ്ലം സോൾവിങ് അല്ല ഇവിടെ നടക്കുന്നത്, തിയറി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, അപ്ലിക്കേഷൻ ഇല്ല അല്ലെ, അപ്ലിക്കേഷൻ ലെവലിലല്ല ഇത് പറയുന്നത്, തിയറിറ്റിക്കൽ ലെവലിലാണ്. പ്രാക്ടിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനല്ല ബേസിക് റിസർച്ച് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ കയ്യിലുള്ള ഒരു ഇമ്മീഡിയറ്റ് പ്രോബ്ലം നമ്മൾ എന്ത് ചെയ്യൂല, ഇതിലൂടെ സോൾവ് ചെയ്യൂല എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ഫോർമുലേറ്റ് ഫൗണ്ടേഷൻ ഓഫ് അപ്ലൈഡ് റിസർച്ച്. അപ്പൊ ഇനി നമ്മൾ അടുത്തത് നമ്മൾ അപ്ലൈഡ് റിസർച്ച് എന്താന്ന് നോക്കൂലേ. അപ്പം അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു പ്രാക്ടിക്കൽ ലെവലുള്ള അപ്ലിക്കേഷൻ ആയിരിക്കും എന്തിന്റെ, ഇങ്ങനെയുള്ള ബേസിക് റിസർച്ചിന്റെ. അപ്പം ബേസിക് റിസർച്ചിലൂടെ നമ്മൾ ഒരു തിയറി ഫോർമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് നമുക്ക് അപ്ലൈഡ് റിസർച്ചിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇവിടെ അപ്ലൈഡ് റിസർച്ചിന്റെ ഒരു ഫൗണ്ടേഷൻ ആയിട്ട്, അപ്പൊ അതായത് ഒരു തിയറിറ്റിക്കൽ ബേസിൽ തന്നെയാണ് പറയുന്നത്. അപ്ലിക്കേഷൻ നടക്കൂല, പക്ഷെ അപ്ലൈഡ് റിസർച്ചിനും വേണ്ടിയിട്ട് അതിന്റെ ഒരു ഫൗണ്ടേഷൻ ആയിട്ട് ആക്ട് ചെയ്യും, ബേസിക് റിസർച്ച് ആക്ട് ചെയ്യുന്നുണ്ട്. ടു ഡെവലപ്പ് ജനറലൈസേഷൻ തിയറീസ്. ഓക്കെ, നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, ജനറലൈസേഷൻ തിയറി ജനറലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതാണ് ബേസിക് റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ബേസിക് റിസർച്ച്. ബേസിക് റിസർച്ച് ഇത്രയേ ഉള്ളൂ. ഒരു കാര്യം, പുതിയ നോളജ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമുക്ക് അറിവുള്ള നോളജിനെ ഇൻക്രീസ് ചെയ്യുക, ഒരു പുതിയ തിയറി ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഉള്ള തിയറിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുക, അതിലൂടെ നമുക്ക് നോളജ് ഇൻക്രീസ് ചെയ്യുക. എന്ന് ഒരു കാര്യം, എന്തെങ്കിലും ഒരു കാര്യം അറിയുകയാണെങ്കിൽ അതിനെ ജനറലൈസ് ചെയ്യുക. ഇതാണ് എന്തുള്ളത്, ബേസിക്, പ്യുവർ, ഫണ്ടമെന്റൽ അല്ലെങ്കിൽ തിയററ്റിക്കൽ റിസർച്ച് എന്നൊക്കെ പറയുന്നത് ഒന്ന് തന്നെയാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ടോപ്പിക്കിൽ, അടുത്ത റിസർച്ചിലേക്ക് പോവാം. അതാണ് ആക്ഷൻ റിസർച്ച്. ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്, ആക്ഷൻ റിസർച്ച് കൊണ്ടുവന്നിട്ടുള്ളത് കേർട്ട് ലെവിൻ ആണ് അല്ലെ. കേർട്ട് ലെവിൻ ആണ്. നിങ്ങൾ സൈക്കോളജി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ കേർട്ട് ലെവിനെ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. ആരായിരുന്നു കേർട്ട് ലെവിൻ? ഏത് തിയറി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു? ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് റെഫർ ചെയ്യുക. സൈക്കോളജി നിങ്ങൾക്ക് പഠിക്കുന്നുണ്ടായിരിക്കും, സൈക്കോളജിയിൽ ഒന്ന് എടുത്തു നോക്കുക, കേർട്ട് ലെവിന് ഏത് തിയറി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നുള്ളത്. സൈക്കോളജിക്കൽ ഒരു തിയറി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളാണ് കേട്ടോ. ആൻഡ് ആക്ഷൻ റിസർച്ചും കൊണ്ടുവന്നിട്ടുള്ളത് കേർട്ട് ലെവിൻ ആണ്. ആൻഡ് സൈക്ലിക്കൽ പ്രോസസ് അല്ലെ. ഇത് ആക്ഷൻ റിസർച്ച് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു സൈക്ലിക്കൽ പ്രോസസ് ആണ്. മെയിൻ ആയിട്ട് ഒരു പ്രോസസ് ആണ് അതിൽ നടക്കുന്നത്. ഒന്ന് പ്ലാനിങ് നടക്കുന്നുണ്ട്, ആക്ഷൻ നടക്കുന്നുണ്ട്, റിഫ്ലക്റ്റീവ് അനാലിസിസ് നടക്കുന്നുണ്ട്. ഓക്കെ, ആക്ഷൻ റിസർച്ചിൽ നടക്കുന്ന 3 പ്രോസസ്സാണ്. ഒന്ന് പ്ലാനിങ്, ആക്ഷന്, റിഫ്ലക്റ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, മെയിൻ ആയിട്ട് ആക്ഷൻ നമുക്ക് 2 ഡയമെൻഷനിൽ നോക്കാം. ആക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, പ്രാക്ടിക്കൽ ആയിട്ടുള്ള എൻഗേജ്മെന്റിന്റെയാണ് ആക്ഷൻ എന്ന് പറയാം. റിസർച്ച് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു അനലിറ്റിക്കൽ ആയിട്ടുള്ള ഒരു എൻക്വയറിയാണ്, അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു എൻക്വയറിയാണ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പൊ ആക്ഷൻ റിസർച്ച് എന്ന് പറയുമ്പോൾ, ആക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഒരു പ്രാക്ടിക്കൽ ലെവലിലാണ് അല്ലെ. അതായത് ലേണിംഗ് ബൈ ഡൂയിങ് അല്ലെ. നമ്മൾ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുന്നതിനെയാണ് അല്ലെ പറയാം. അപ്പം ആക്ഷൻ റിസർച്ച് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ലേണിംഗ് ബൈ ഡൂയിങ് ആണ്. നമ്മൾ പ്രവൃത്തി ചെയ്തുകൊണ്ട് നമ്മൾ അതിനെ പഠിക്കുന്നതിനെയാണ് ആക്ഷൻ റിസർച്ച് കൊണ്ട് ഇത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, and it's a form of research typically conducted by practitioners to help them to solve local problem. അതായത് നമ്മളുടെ സറൗണ്ടിങ്സിലുള്ള, നമ്മൾ വർക്ക് ചെയ്യുന്ന ചുറ്റുപാടുള്ള എന്തെങ്കിലും, ഇപ്പൊ നമ്മളുടെ ഒരു സ്കൂള് അല്ലെ, ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ, ഒരു ടീച്ചിങ് പ്രൊഫഷണൽ അങ്ങനെ നമുക്ക് കാണാം. അപ്പൊ നമ്മളുടെ സ്കൂളിൽ ക്ലാസ് റൂമിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പൊ ക്ലാസ് റൂമിൽ സ്കൂളിൽ ഒരു പ്രോബ്ലം, നമ്മൾ ലോക്കൽ ചുറ്റുപാടില് നമ്മളുടെ സറൗണ്ടിങ്സിൽ ഒരു പ്രോബ്ലം ഉണ്ട്, സ്കൂളിൽ സ്റ്റുഡൻസിന് ഒരു പ്രോബ്ലം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു റിസർച്ച് നടത്തി ആ കുട്ടികളുടെ പ്രോബ്ലം എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ട് അപ്പൊ നമ്മൾ അതിനുള്ളൊരു സൊല്യൂഷൻ അങ്ങനെ ഫോക്കസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്. അപ്പൊ മെയിൻ ആയിട്ടും എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ ഉപയോഗിക്കുന്നത്, എനിക്ക് അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ വരും കേട്ടോ, ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ യൂസ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് റിസർച്ച് ആണ് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും, ആക്ഷൻ റിസർച്ച് ആണ്. അപ്പൊ നിങ്ങൾ ആക്ഷൻ റിസർച്ചിന്റെ അവിടെ ഒരു ഹൈഫൺ ഇട്ട് എഴുതിക്കോ, എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിലാണ് യൂസ് ചെയ്യുന്നത് ഉണ്ടെങ്കിൽ മെയിൻലി ട്ടോ, മെയിൻലി ആണ്. അപ്പം എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ മെയിൻലി യൂസ് ചെയ്യുന്നത് എന്താണ്, ആക്ഷൻ റിസർച്ച് ആണ്.
അപ്പൊ നിങ്ങൾ ആക്ഷൻ റിസർച്ച് എന്തായിരിക്കും? നിങ്ങളുടെ ഒരു അല്ലെ നിങ്ങളുടെ ലോക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നതാണ് ആര്? ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ പ്രോബ്ലം സോൾവിങ്. ഒരു ആക്ഷൻ റിസർച്ച് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു പ്രോബ്ലം സോൾവിങ്, എൻഹാൻസ്മെന്റ് ആൻഡ് എക്സ്പ്ലോറേഷൻ ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നിക്സ് ഓർ പ്രോഗ്രാംസ് അല്ലെ. ഒരു എഡ്യൂക്കേഷണൽ ടെക്നിക്സോ അല്ലെങ്കിൽ പ്രോഗ്രാംസോ അതൊക്കെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവിടെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ആക്ഷൻ റിസർച്ച് യൂസ് ചെയ്യുന്നത്. എന്താണ്? ഇംപ്രൂവിങ് വൺസ് ഓൺ പ്രാക്ടീസിങ് സ്പെസിഫിക് സെറ്റിംഗ്സ് അല്ലെ. ഒരാള് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരാൾ പ്രാക്ടീസ് ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് അവിടെ അയാളുടെ വർക്ക് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അയാൾ എന്ത് ചെയ്യുന്നത്? ആക്ഷൻ റിസർച്ച് ചെയ്യുന്നത്. സ്റ്റഡി ലീഡ്സ് ഡയറക്ട്ലി ടു ആക്ഷൻ. അപ്പൊ നമ്മളിങ്ങനെ ആക്ഷൻ റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? റിസർച്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തും. ഓക്കെ, ഏത് റിസർച്ച് ചെയ്ത് കഴിഞ്ഞാലും നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തും. അപ്പൊ ആ കൺക്ലൂഷന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്ട്ലി ടു ആക്ഷനിലെ ആ കിട്ടിയിട്ടുള്ള ഉത്തരം നമുക്ക് ആക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഡയറക്ട്ലി അപ്ലൈ ചെയ്യാൻ പറ്റുന്നതിനെയാണ് എന്ത് പറയുന്നത്? ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്. ദ റിസർച്ച് സ്ട്രീം ഓഫ് ഇമ്മീഡിയറ്റ് ആപ്ലിക്കേഷൻ ഓർ സൊല്യൂഷൻ. അപ്പൊ ആക്ഷൻ റിസർച്ചിന്റെ ഒരു മെയിൻ വേർഡ് ആണെന്ത്? ഇമ്മീഡിയറ്റ് ആപ്ലിക്കേഷൻ. ഇമ്മീഡിയറ്റ് ആപ്ലിക്കേഷൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ ആക്ഷൻ റിസർച്ചിന്റെ കീവേഡ് എഴുതിക്കോ, ഇമ്മീഡിയറ്റ് ആപ്ലിക്കേഷൻ. ഓക്കെ, ആക്ഷൻ റിസർച്ചിന്റെ കീവേഡ് ആണ് ഇമ്മീഡിയറ്റ് ആപ്ലിക്കേഷൻ. ആൻസറിൽ ഇമ്മീഡിയറ്റ് ആപ്ലിക്കേഷൻ എന്നുണ്ടെങ്കിൽ അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കും? ആക്ഷൻ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കും. ഓക്കെ, അപ്പൊ കീവേഡ് എഴുതി വെച്ചോ, immediate application or solution. The main goal to improve practice and solve problem. മെയിൻ ഗോൾ എന്താണ്? ആക്ഷൻ റിസർച്ചിന്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പ്രാക്ടീസ് ചെയ്യുക അല്ലെങ്കിൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. മെയിൻ ആയിട്ട് ഇതിൽ നടക്കുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ സെലക്ടിങ് എ ഫോക്കസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ പ്രോബ്ലം എന്താണെന്നുള്ളത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നു. ഐഡന്റിഫൈങ് റിസർച്ച് ക്വസ്റ്റ്യൻസ് ഐഡന്റിഫൈ ചെയ്യുന്നു. കളക്ടിങ് ഡാറ്റ കളക്ട് ചെയ്യുന്നു. അനലൈസിങ് ഡാറ്റ, നമുക്ക് കിട്ടിയിട്ടുള്ള ഡാറ്റ അനലൈസ് ചെയ്യുന്നു. റിപ്പോർട്ടിംഗ് റിസൾട്ട് ഉണ്ടാക്കുന്നു. ആൻഡ് ആക്ഷനിലേക്ക് കടക്കുന്നു. അതായത് നമ്മളൊരു ക്ലാസ് റൂമാണ്. ക്ലാസ് റൂമിലുള്ള ഒരു കുട്ടി ക്ലാസ് റൂമിലുള്ള കുറച്ച് കുട്ടികൾക്ക് മാർക്ക് കുറവാണ്. മാർക്ക് കുറവാകുമ്പോൾ നമ്മളുടെ ഫോക്കസ് എന്താ? അതിലാണ് ഫോക്കസ്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഫോക്കസ് കിട്ടി. നമുക്ക് കഴിഞ്ഞ 2 എക്സാമ്പിളുകളിൽ ഈ കുറച്ച് കുട്ടികൾക്ക് മാർക്ക് കുറവുണ്ട്. അപ്പൊ നമ്മൾ പ്രോബ്ലം കിട്ടിട്ടോ. ഐഡന്റിഫൈ ദ റിസർച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക അല്ലെ. എന്നിട്ട് നമ്മൾ റിസർച്ചിന് എന്തൊക്കെയാണ്, എന്തുകൊണ്ടായിരിക്കും അല്ലെ, എന്തൊക്കെ ഒരു ഉത്തരം കിട്ടേണ്ടത് എന്തിനൊക്കെയാണെന്നുള്ള ക്വസ്റ്റ്യൻസ് അത് അവരുടെ വീട്ടിലത്തെ പ്രശ്നം കൊണ്ടാണോ, ഞാൻ പഠിപ്പിക്കുന്നതിന്റെ ഇഷ്യൂ കൊണ്ടാണോ, അല്ലെങ്കിൽ സ്കൂളിന്റെ ഇഷ്യൂ കൊണ്ടാണോ, ക്വസ്റ്റ്യൻസ് ഡെവലപ്പ് ചെയ്യുക. കളക്ടിങ് ഡാറ്റ കളക്ട് ചെയ്യുക. അതിന്റെ കിട്ടിയിട്ടുള്ള ഡാറ്റനെ നമ്മൾ അനലൈസ് ചെയ്യുക. ഓക്കെ, ഇത്ര കുട്ടികൾക്ക് ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, ഇത്ര കുട്ടികൾ പറഞ്ഞിട്ടുള്ളത് ഇന്നനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഡാറ്റ അനലൈസ് ചെയ്യുക. അതിന്റെ റിപ്പോർട്ടിംഗ് റിസൾട്ടിലെ എന്നിട്ട് അവസാനം ഇത്ര ശതമാനം കുട്ടികൾക്ക് ഇങ്ങനെയാണ് വരുന്നത് എന്നുള്ള റിസൾട്ട് എഴുതുക. ആൻഡ് നമ്മൾ എന്ത് ചെയ്യുക? അപ്പൊ അതിൽ ഒരുപാട് കുട്ടികൾ ഇപ്പൊ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തിട്ടുള്ളത് ഒരു 100 കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 50 കുട്ടികളിലും ഡാറ്റ കളക്ട് ഉണ്ടെങ്കിൽ 50 കുട്ടികളിലും 30 കുട്ടികളും ഒരേ ഉത്തരാന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു കാരണം മാറ്റി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് അപ്പൊ ആക്ഷൻ ചെയ്യുക. ഓക്കെ, ഇതാണ് ആക്ഷൻ റിസർച്ചിൽ പറയുന്നത്. അപ്പൊ ആക്ഷൻ റിസർച്ചിന്റെ കുറച്ച് കീവേഡ്സ് അല്ലെങ്കിൽ ഈ ഒരു വേർഡ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി നിങ്ങൾക്ക് ആക്ഷൻ റിസർച്ചുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റണം. ആക്ഷൻ റിസർച്ച് എന്ന് പറയുമ്പോൾ എന്താണ്? ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ ആണ്. ഇമ്മീഡിയറ്റ് ആക്ഷൻ എന്നും പറയും, ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ എന്നും പറയും. അതിന്റെ കൊളാബറേറ്റീവ് റിസർച്ച് ആണല്ലേ. അതായത് ഒരു സ്റ്റുഡൻസ്, ടീച്ചർ, പിന്നെ സ്കൂളിലുള്ള ബാക്കി ടീച്ചേഴ്സ്, പാരന്റ്സ്, ഇവരെല്ലാരും കൂടിയിട്ടായിരിക്കും ഒരു ആക്ഷൻ റിസർച്ച് ചെയ്യുക. അപ്പം ആക്ഷൻ റിസർച്ച് ഞാൻ പറഞ്ഞു കുറച്ചുകൂടി എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് കണ്ടക്റ്റഡ് ത്രൂ ഡയറക്റ്റ് ആക്ഷൻ അല്ലെ. ഡയറക്റ്റ് ആക്ഷൻ ആയിരിക്കും നടക്കുക. ഹെൽപ്പ് ടു ലേൺ ഹൗ ടു സോൾവ് എ പ്രോബ്ലം ഒബ്ജക്റ്റീവ്ലി അല്ലെ. എന്ത് ചെയ്യാൻ പറ്റും? ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോബ്ലം എങ്ങനെ ഒബ്ജക്റ്റീവ്ലി സോൾവ് ചെയ്യാം എന്നുള്ളതിന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് അപ്ലൈ സൊല്യൂഷൻ ഇൻ പ്രാക്ടിക്കൽ ലൈഫ് അല്ലെ. പ്രാക്ടിക്കൽ ലൈഫിലേക്ക് നമ്മളുടെ സൊല്യൂഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം ഈ അപ്ലൈ സൊല്യൂഷൻ ഇൻ പ്രാക്ടിക്കൽ ലൈഫ് എന്ന് പറയുന്നത് അപ്ലൈഡ് റിസർച്ചിലും സെയിം കാര്യമാണ് വരിക.
പക്ഷെ അവിടെ നിങ്ങൾ എന്താലോചിക്കണം, അവിടെ ഒരു ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ ഉണ്ടെങ്കിലാണ് അതെന്ത് വരിക, ആക്ഷൻ റിസർച്ചിലേക്ക് വരുന്നത്. ഓക്കെ, ആൻഡ് ആ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സ് വെച്ചിട്ടാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആക്ഷൻ റിസർച്ച് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ആൻഡ് ഫോക്കസ് ഓൺ സോൾവിങ് പ്രാക്ടിക്കൽ പ്രോബ്ലം അല്ലെ, പ്രാക്ടിക്കൽ പ്രോബ്ലംസിനെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ടീച്ചേഴ്സ് കണ്ടക്ട് ആക്ഷൻ റിസർച്ച് ടു ഇംപ്രൂവ് ടീച്ചിങ് അല്ലെ, ടീച്ചിങ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സ് സാധാരണഗതിയിൽ ആക്ഷൻ റിസർച്ച് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ള പോയിന്റ് തന്നെയാണ്. കുറച്ചും കൂടി ഈ ഒരു സംഭവങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആക്ഷൻ റിസർച്ച് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റണം. ഓക്കെ, അപ്പൊ ആക്ഷൻ റിസർച്ചിന്റെ പ്രോസസ് ഓഫ് സൈക്ലിംഗ്, ഇത് നമ്മൾ ഒരു കഴിഞ്ഞ ദിവസം റിസർച്ച് എടുത്തപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടായിരുന്നു അല്ലെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു ഓർഡറിൽ തന്നെയല്ലേ, ഇതിന്റെ കറക്റ്റ് ഓർഡറിൽ എഴുതാം, ഫ്ലോ ചാർട്ട് ഓർഡറിൽ കറക്റ്റ് ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പം ആക്ഷൻ റിസർച്ചിന്റെ പ്രോസസ് സൈക്കിൾ എന്ന് പറയുന്നത് എന്താണ്, സ്റ്റീഫൻ കെമ്മിസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. മെയിൻ ആയിട്ട് 4 സ്റ്റെപ്പാണ് വരിക. ഒന്നാമത്തത് പ്ലാനിങ്, രണ്ടാമത്തത് ആക്ഷന്, മൂന്നാമത്തത് ഒബ്സർവേഷന്, നാലാമത്തത് റിഫ്ലക്ഷന്. ഏതൊക്കെയാണ്? പ്ലാനിങ്, ആക്ഷന്, ഒബ്സർവേഷൻ, റിഫ്ലക്ഷൻ. ഇങ്ങനെ 4 പ്രോസസ്സാണ് ആക്ഷൻ റിസർച്ചിന് വരുന്നത്. അപ്പോൾ ഒന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ് സയന്റിഫിക് അനാലിസിസ് ഓഫ് സ്പെസിഫിക് പ്രോബ്ലം ആൻഡ് ഫോർമുലേഷൻ ഓഫ് സ്ട്രാറ്റജീസ് ടു അഡ്രസ് ദം. അതായത് പ്ലാനിങ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയന്റിഫിക് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് അല്ലെ, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ്. എന്തിനെ കുറിച്ചിട്ട് അനാലിസ് ചെയ്യുന്നത്, എന്തിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുന്നത്? ഒരു സ്പെസിഫിക് പ്രോബ്ലം അല്ലെ, അതായത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രത്യേക പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെ കുറിച്ചും നമ്മൾ എന്ത് ചെയ്യുക, സയന്റിഫിക് ആയിട്ട് പഠിക്കുന്നതിനെയാണ് പ്ലാനിങ് എന്ന് പറയുക. ആൻഡ് ഫോർമുലേഷൻ ഓഫ് സ്ട്രാറ്റജീസ് ടു അഡ്രസ് ദം അല്ലെ, എന്നിട്ട് ആ പ്രോബ്ലം കണ്ടെത്താൻ അല്ലെങ്കിൽ ആ പ്രോബ്ലം എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ടുള്ള രീതിയിലുള്ളൊരു സ്ട്രാറ്റജി ഫോർം ചെയ്യുന്നതിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ആക്ഷൻ, അപ്പൊ നമ്മൾ പ്രോബ്ലം എന്താന്ന് കണ്ടെത്തി, ആ പ്രോബ്ലം ത്തിനുള്ള സൊല്യൂഷൻ, അതിനുള്ള സ്ട്രാറ്റജി നമ്മൾ ഫോർമുലേറ്റ് ചെയ്തു. ഏത് സ്റ്റേജില്? പ്ലാനിങ് സ്റ്റേജിൽ. അതിന്റെ സെക്കൻഡ് സ്റ്റേജ് ആണ് ആക്ഷൻ, ഇംപ്ലിമെന്റേഷൻ ഓഫ് പ്ലാനഡ് സ്ട്രാറ്റജി. അപ്പൊ നമ്മൾ പ്രോബ്ലം കണ്ടെത്തി പ്രോബ്ലത്തിനുള്ള സ്ട്രാറ്റജി ഉണ്ടാക്കുക എന്നുള്ളത് പ്ലാനിങ് സ്റ്റേജും, ഉണ്ടാക്കിയിട്ടുള്ള സ്ട്രാറ്റജിനെ ഇംപ്ലിമെന്റേഷൻ നടത്തുക, അതിനെ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ആക്ഷനിൽ വരുന്നത് അല്ലെ. ഒരു സ്പെസിഫിക് ടൈം ഫ്രെയിം ആൻഡ് അക്കമ്പനൈഡ് ബൈ ഡാറ്റ കളക്ഷൻ ആൻഡ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അനാലിസിസ്. ആക്ഷനിലാണ് എന്തൊക്കെ നടക്കുക? ഡാറ്റ കളക്ഷൻ നടക്കുക, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അനാലിസിസ് നടക്കുക. ഇതൊക്കെ ഏത് സ്റ്റേജിലാണ്? ആക്ഷൻ സ്റ്റേജിലാണ് നടക്കുന്നത്. അടുത്തത് എന്ത് ചെയ്യുക? ഒബ്ജക്റ്റീവ് ഒബ്സർവേഷൻ ഓഫ് ദ ഇന്റർവെൻഷൻസ് എഫക്ട്, ഫെസിലിറ്റേറ്റിംഗ് ഡീറ്റെയിൽഡ് റെക്കോർഡിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് ഫൈൻഡിങ്സ് അല്ലെ. എന്താ പറഞ്ഞിട്ടുള്ളത്? അല്ലെ, അതായത് ആക്ഷൻ റിസർച്ചിൽ എന്താണ്? ഒരു ഒബ്സർവേഷൻ അല്ലെ, ഒബ്സർവേഷൻ തേർഡ് സ്റ്റേജിൽ വരുന്നത് ഒബ്സർവേഷൻ ആണ് അല്ലെ. നമ്മളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെക്കോർഡിങ് ചെയ്യാം. അപ്പൊ നമ്മൾ സ്റ്റുഡൻസിനെ നോക്കിയിട്ടാണെങ്കിലും ഓക്കെ, ഇപ്പൊ ക്ലാസ് റൂമിലാണെങ്കിൽ സ്റ്റുഡൻസിനെ വെരിഫൈ ചെയ്യാം, അവര് നമ്മളുടെ റിപ്പോർട്ട് അല്ലെ, കിട്ടിയിട്ടുള്ള ഡാറ്റന്റെ നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അതിന്റെ ഫൈൻഡിങ്സ് വെച്ചിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് ഇന്നതാണ് കൺക്ലൂഷനിലേക്ക് എത്താൻ പോവാണ്. അപ്പൊ അതിന് മുമ്പുള്ള കൃത്യമായിട്ടുള്ള ഒരു ഒബ്സർവേഷൻ നടത്തുക. And a reflection, reflective analysis of the result into inform adjustment or modification in practice aimed at enhancing the teaching learning process. റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് കിട്ടിയിട്ടുള്ള, നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ആ റിസൾട്ടിനെ നമ്മൾ എന്ത് ചെയ്യാണ്, എന്തെങ്കിലും മോഡിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് മോഡിഫിക്കേഷൻ വരുത്തുക, അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടത്തിയിട്ട് പ്രാക്ടിക്കൽ ലെവലിലേക്ക് അല്ലെ, അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ലെവലിലേക്ക് അതെന്ത് ചെയ്യുക, കൊണ്ടുവരുന്നതിനാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ്? പ്ലാന്, ആക്ഷൻ, ഒബ്സർവ്, റിഫ്ലക്റ്റ് അല്ലെ. ഇപ്പൊ ഫോളോ അപ്പ് ഉണ്ട് ഇവിടെ. ഞാനിപ്പോ ഇവിടെ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ചില ക്വസ്റ്റ്യനിൽ ഇപ്പൊ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള 2025 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫോളോ അപ്പും കൂടെ ഇട്ടിട്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഫോളോ അപ്പ് എന്തായാലും അവസാനമാണ് വരിക. അപ്പം പ്ലാന്, ആക്ഷന്, ഒബ്സർവ്, റിഫ്ലക്റ്റ്, ഫോളോ അപ്പ്, ഇതാണ് കേട്ടോ. അപ്പൊ ഫോളോ അപ്പ് ചിലതിൽ വരും, ചിലതിൽ ഫോളോ അപ്പ് ചോദിക്കൂല. അപ്പൊ നിങ്ങൾ അത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടും കൊടുത്തിട്ടുള്ളത്. സാധാരണഗതിയിൽ 4 എണ്ണമാണ് വരുന്നത്. പക്ഷെ ചില ബുക്കുകളിൽ എന്ത് വരുന്നുണ്ട്? ഫോളോ അപ്പ് 5ാമത്തേതായിട്ട് ഫോളോ അപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ചിലപ്പം ക്വസ്റ്റ്യനിൽ 4 എണ്ണം ചോദിക്കാം, ചിലപ്പം ക്വസ്റ്റ്യനിൽ
5 ചോദിക്കാം. അപ്പം ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. ഒന്നും നിങ്ങൾക്ക് ഇതിന്റെ ഉള്ളിലത്തെ കണ്ടന്റ് ഓർമ്മയില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പ്ലാനിങ് കഴിഞ്ഞിട്ടാണ് ആക്ഷൻ, കഴിഞ്ഞിട്ട് ഒബ്സർവ് വരും, അത് കഴിഞ്ഞിട്ട് റിഫ്ലക്ട് വരും, ഫോളോ അപ്പ് വരും. ഈ ഒരു ഓർഡർ നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, ഇതാണ് ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ ഒപ്പം ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചോദിക്കുക, ക്ലിയർ ചെയ്തിട്ട് തന്നെ പോവാട്ടോ. ഓക്കെ, അടുത്തത് വരുന്ന റിസർച്ച് ആണ് അപ്ലൈഡ് റിസർച്ച് അല്ലെ. മൂന്നാമത്തെ ടൈപ്പ് റിസർച്ച് ആണ് അപ്ലൈഡ് റിസർച്ച്. അപ്ലൈഡ് റിസർച്ചിന്റെ ഒരു കണക്ഷൻ വേർഡ് ആണ് എന്ത്, ആക്ഷൻ പ്ലസ് സയന്റിഫിക് സൊല്യൂഷൻ. കീവേഡ് ആണ് കേട്ടോ. അപ്ലൈഡ് റിസർച്ചിന്റെ കീവേഡ് ആണ് എന്ത്, ആക്ഷൻ പ്ലസ് സയന്റിഫിക് സൊല്യൂഷൻ അല്ലെ. നമ്മള് അപ്ലൈഡ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ നേരത്തെ ഫസ്റ്റത്തെ തിയറി പറഞ്ഞു, ബേസിക് തിയറി അല്ലെങ്കിൽ പ്യുവർ തിയറി അല്ലെങ്കിൽ തിയററ്റിക്കൽ എന്നല്ലേ. അപ്പൊ ആ തിയറിയെ, അങ്ങനെ ഉണ്ടാക്കുന്ന തിയറി അല്ലെങ്കിൽ ബേസിക് റിസർച്ച് ഒക്കെ എന്ന് പറയുന്നത് നമ്മൾ അപ്ലിക്കേഷൻ ലെവലിൽ കൊണ്ടുവരുമ്പോൾ അതിനെയാണ് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. നമ്മൾ ആക്ഷൻ പ്ലസ് അതിനോട് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു സയന്റിഫിക് സൊല്യൂഷനെയാണ് അപ്ലൈഡ് റിസർച്ചിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതൊരു സിസ്റ്റമാറ്റിക് ആയിരിക്കും. സിസ്റ്റമാറ്റിക് പറയുമ്പോൾ എന്താ, ബൈ സ്റ്റെപ്പ് അല്ലെ. ഒരു ഫസ്റ്റ് ഒരു കാര്യം അപ്ലൈ ചെയ്യാൻ നമ്മൾ ഒരുമിച്ചല്ല, ഒരു ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലായിരിക്കും ഈ അപ്ലൈഡ് റിസർച്ച് നടക്കുന്നുണ്ടാകുക. അതിന്റെ എംപിരിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ അല്ലെ. എംപിരിക്കൽ എന്നൊക്കെ പറയുമ്പോൾ എന്താ, എവിഡൻസ് ബേസ്ഡ് അല്ലെ. എംപിരിക്കൽ എന്ന് പറഞ്ഞ എവിഡൻസ് ബേസ്ഡ് ആണ്. ആൻഡ് പ്രാക്ടിക്കൽ അല്ലെ, അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അപ്ലൈഡിന്റെ എന്താണെന്ത്, പ്രാക്ടിക്കൽ എന്ന് പറയുന്നത് എന്തിന്റെ എന്താണ്, അപ്ലൈഡ് റിസർച്ചിന്റെ വേറൊരു കീവേഡ് ആണ് കേട്ടോ. അപ്ലൈഡ് റിസർച്ചിന്റെ വേറൊരു കീവേഡ് ആണ് പ്രാക്ടിക്കൽ എന്ന് പറയുന്നത്. തിയറി പുട്ട് ഇൻ ടു പ്രാക്ടീസ് അല്ലെ. തിയറി എന്ത് ചെയ്യാണ്, പ്രാക്ടിക്കൽ ലെവലിലേക്ക് അപ്ലൈ ചെയ്യാണ്. ഓക്കെ, ഇറ്റ് കണ്ടക്ടഡ് വിത്ത് എ സ്പെസിഫിക് ഗോൾ ഓഫ് അഡ്രസ്സിംഗ് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ, പ്രോബ്ലംസ്, ചാലഞ്ചസ് ഫേസ്ഡ് ബൈ സൊസൈറ്റി, ഇൻഡസ്ട്രി ആൻഡ് ഓർഗനൈസേഷൻ. എന്താണ് മെയിൻ ആയിട്ട്, എന്താണ് ഒരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ്, ഇപ്പൊ നമ്മളുടെ ഒരു എന്തെങ്കിലും നമ്മുടെ സൊസൈറ്റിയിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മൾ ഒരു ഇൻഡസ്ട്രിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ, അവിടേക്ക് എന്താണ് അവര് ഒരു എന്തെങ്കിലും ഒരു പ്രോബ്ലം ഫേസ് ചെയ്യാണ്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ചലഞ്ച് ഫേസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണ്. അങ്ങനെ വരുന്ന സമയത്ത് അവരെന്ത് ചെയ്യാണ്, അവിടെ ഒരു പ്രാക്ടിക്കൽ ലെവലിലേക്ക് ചില കാര്യങ്ങൾ അപ്ലൈ ചെയ്യുക, എന്നിട്ട് അത് നടക്കുന്നുണ്ടോ എന്നുള്ളത് അങ്ങനെ നോക്കുന്നത്, അങ്ങനെ നടത്തുന്ന റിസർച്ചിനെയാണ് എന്ത് പറയുന്നത്, അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. ഇറ്റ് സീക്സ് ടു പ്രൊഡ്യൂസ് ആക്ഷണബിൾ സൊല്യൂഷൻ ആൻഡ് ടാഞ്ചിബിൾ ഔട്ട്കംസ് ടു റിയൽ വേൾഡ് ഇഷ്യൂസ് അല്ലെ. നമ്മളുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ റിയൽ വേൾഡിൽ ഉണ്ടാക്കുന്ന ഇഷ്യൂസിന്റെ അതിനുള്ള ഒരു ആക്ഷണബിൾ സൊല്യൂഷൻ ആണെന്ത്, അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സൊല്യൂഷൻ ഫോർ പെർട്ടിക്കുലർ പ്രോബ്ലം അല്ലെ. ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അത് സമൂഹത്തിലാകാം, ഓർഗനൈസേഷനിലാകാം, ഇൻഡസ്ട്രിയിലാവാം, ഇതിലൊക്കെ ആകാം. അവിടെയൊക്കെ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ ആണ് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. ആൻഡ് എക്സിസ്റ്റിംഗ് തിയറീസ് ആൻഡ് നോളജ് ടു സോൾവ് പ്രാക്ടിക്കൽ റിയൽ വേൾഡ് പ്രോബ്ലം. നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മളുടെ നിലവിലുള്ള അറിവ്, നോളജ് ആയിക്കോട്ടെ, നമ്മൾ ഉള്ള തിയറികളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ പ്രാക്ടിക്കൽ ലെവലിലേക്ക് കൊണ്ടുവരാണ്. സോൾവ് പ്രാക്ടിക്കൽ പ്രോബ്ലം, നോട്ട് നെസസറിലി വിത്തിൻ വൺസ് ഓൺ പ്രാക്ടിക്കൽ സെറ്റിംഗ്സ് അല്ലെ. ഒരു സെറ്റിംഗ്സിൽ തന്നെ ആവണം എന്നും ഇല്ല. ഓക്കെ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെറ്റിംഗ്സിലും ഇത് നടക്കാം. അപ്ലൈഡ് ആസ്പെക്ട്സ് ഓഫ് ലൈഫ്. ഓക്കെ, അപ്പൊ അപ്ലൈഡിന്റെ ഒരു ഇത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഈ ഒരു സെന്റൻസ് ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് സെയിം കാര്യം തന്നെ ഡിഫറെന്റ് സെന്റൻസ് ആക്കിയിട്ടൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഒറ്റ കാര്യമേ ഉള്ളൂ, തിയററ്റിക്കൽ നോളജിനെ നമ്മൾ പ്രാക്ടിക്കൽ ലെവലിലേക്ക് അപ്ലൈ ചെയ്യുക. റിയൽ വേൾഡ് സിറ്റുവേഷനിലേക്ക് നമ്മളുടെ ഉള്ള നോളജിനെ, അറിവിനെ നമ്മൾ കൊണ്ടുവരുന്നതിനെയാണ് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, അത്രേ ഉള്ളൂ അപ്ലൈഡ് റിസർച്ച്. അപ്ലൈഡ് റിസർച്ച് സിമ്പിൾ ആണ്. അപ്ലൈഡ് റിസർച്ചിന്റെ കീവേഡ് എന്ന് പറയുന്നത് എന്താണ്, ആക്ഷൻ പ്ലസ് സയന്റിഫിക് സൊല്യൂഷൻ ആണ്. ഓക്കെ, ആക്ഷൻ പ്ലസ് സയന്റിഫിക് സൊല്യൂഷൻ ആണ് എന്ത്, അപ്ലൈഡ് റിസർച്ചിന്റെ കീവേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇവാലുവേഷൻ റിസർച്ച് അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഇവാലുവേഷൻ റിസർച്ച് ആണ്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് റിസർച്ച് ദാറ്റ് ഈസ് കണ്ടക്ടഡ് ടു ആക്സസ് ദ എഫക്റ്റീവ്നെസ്, വാല്യൂ ഓർ ഇമ്പാക്ട് ഓഫ് എ പ്രോഗ്രാം ആൻഡ് പോളിസി, പ്രൊജക്ട് ഓർ ഇന്റർവെൻഷൻസ് അല്ലെ. എന്തെങ്കിലും ഒരു പ്രോഗ്രാം നടക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ എന്തെങ്കിലും പോളിസികളോ
അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇന്റർവെൻഷൻസോ എന്തെങ്കിലും ഒന്ന് നടക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു നടന്നിട്ടുള്ള കാര്യത്തിന് നമ്മൾ അതിന്റെ ഒരു എഫക്റ്റീവ്നെസ്, അതിന്റെ റിസൾട്ട് എത്രത്തോളം ഉണ്ട്, അത് എത്രത്തോളം വാല്യുബിൾ ആണ്, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന റിസർച്ചിനെയാണ് ഇവാലുവേഷൻ റിസർച്ച് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു പ്രോഗ്രാം നടത്തി, പ്രോഗ്രാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോളിസി ഉണ്ട്, ഒരു പ്രൊജക്റ്റ് ഉണ്ട്, അപ്പൊ അതിന്റെയൊക്കെ എഫക്റ്റീവ്നെസ്സിലെ അത് നടന്നു കഴിഞ്ഞതിന് ശേഷം ആയിരിക്കാം, ചിലപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കാം, അങ്ങനെയുള്ള അല്ലെ, ഓക്കെ, ഒന്നെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞതിന് ശേഷമൊക്കെ നമ്മൾ അതിന്റെ റിസൾട്ട് എത്രത്തോളം എഫക്റ്റീവ് ആയിട്ടുണ്ട് എന്നുള്ളത് നോക്കുന്നതിനെയാണ് ഇവാലുവേഷൻ റിസർച്ച് എന്ന് പറയുന്നത്. ടു ആക്സസ് ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, അല്ലെ, നമ്മളുടെ ആ പ്രോഗ്രാമിന്റെയോ പോളിസിന്റെയോ പ്രൊജക്ടിന്റെ ഒക്കെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്, വീക്ക്നെസ് എന്തൊക്കെയാണ്, ആ പ്രോഗ്രാമിന്റെ പോസിറ്റീവ് എന്തൊക്കെയാണ്, നെഗറ്റീവ് എന്തൊക്കെയാണ്, ഇതൊക്കെ നോക്കുന്നതിനാണ് എന്ത് പറയുന്നത്, ഇവാലുവേഷൻ റിസർച്ച് എന്ന് പറയുന്നത്. ടു ഹെൽപ്പ് ഇൻ ഡിസിഷൻ മേക്കിംഗ്, ടു ഹെൽപ്പ് ഇൻ ഡിസിഷൻ മേക്കിംഗ്, അല്ലെ, നമുക്ക് എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. ടു ഇംപ്രൂവ് ഓർ മോഡിഫൈ എക്സിസ്റ്റിംഗ് പ്രോഗ്രാം, അല്ലെ, ഇപ്പൊ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഉള്ള പ്രോഗ്രാമിനെ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. 2 ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ റിസർച്ച് ആണുള്ളത്. ഓക്കെ, ഒന്ന് ഫോർമാറ്റീവ് ഇവാലുവേഷനും ഉണ്ട്, ഒന്ന് സമ്മേറ്റീവ് ഇവാലുവേഷനും ഉണ്ട്. ഫോർമാറ്റീവ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ടഡ് ഡ്യൂറിങ് എ പ്രോഗ്രാം, ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ റിസർച്ച് നടത്തുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ ഫോർമാറ്റീവ് ഇവാലുവേഷൻ റിസർച്ച് എന്ന് പറയും. സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ടഡ് ആഫ്റ്റർ എ പ്രോഗ്രാം എൻഡ്, ഒരു പ്രോഗ്രാം കഴിഞ്ഞു, അത് എൻഡായി പോയി, അത് കഴിഞ്ഞു പോയതിന് ശേഷമാണെങ്കിൽ അതിനെ എന്ത് പറയും, സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയും. അല്ലേ, ഫോർമാറ്റീവ് ഇവാലുവേഷനിൽ എന്താ, ഹെൽപ്പിംഗ് ഇംപ്രൂവിംഗ് ദ പ്രോഗ്രാം വൈൽ ഇറ്റ്സ് റണ്ണിങ്, അല്ലെ, അപ്പൊ എന്താ, നമ്മള് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പ്രോഗ്രാം ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ പ്രോഗ്രാം കഴിഞ്ഞിട്ടാണ് ഇവാലുവേഷൻ നടത്തുന്നത് എന്നുണ്ടെങ്കിൽ എന്താ, അതിന്റെ എഫക്റ്റ് എത്രത്തോളം എഫക്റ്റീവ് ആയിട്ടുണ്ട്, അതിന്റെ ഔട്ട്കംസ് എന്തൊക്കെയാണ്, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇതാണ് ഇവാലുവേഷൻ റിസർച്ച് എന്ന് പറയുന്നത്. ഇവാലുവേഷൻ റിസർച്ച് ഇത്രയേ ഉള്ളൂ. നമ്മൾ നടത്തിയിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന്റെയോ പോളിസിന്റെയോ പ്രൊജക്ടിന്റെയോ ഒക്കെ എഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ റിസൾട്ട് ചെക്ക് ചെയ്യുന്നതിനെയാണ് ഇവാലുവേഷൻ റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഇതിലേക്ക് പോയിക്കൂടെ, നെക്സ്റ്റ് ടൈപ്പിലേക്ക് പോവാലോ. ഓക്കെ, അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലോറേറ്ററി, അല്ലെ. ഓക്കെ, ഇത് ശ്രദ്ധിച്ചിരിക്കണം. എക്സ്പ്ലോറേറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ is a typically conducted at the outset of study to gain better understanding of a topic or issue where limited information is available. എക്സ്പ്ലോറേറ്ററി നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ത്, എക്സ്പ്ലോറേറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതിൽ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കിയ സമയത്ത് പറഞ്ഞു എന്താണ്, ലിമിറ്റഡ് ഇൻഫർമേഷൻസ് മാത്രം ഉള്ള സമയത്ത് നമുക്ക് ഒരു കാര്യത്തിനെ പറ്റിയിട്ട് ചെറിയൊരു ഐഡിയ ഉണ്ട്. ഓക്കെ, ഏതെങ്കിലും ഒരു ടോപ്പിക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ, ഒരു പ്രോബ്ലം, അതിനെ പറ്റിയിട്ട് നമുക്ക് എന്തുണ്ട്, ബേസിക് ആയിട്ടുള്ള ചെറിയ രീതിയിലുള്ള ഒരു ഐഡിയ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അപ്പൊ ആ ഐഡിയനെ കുറിച്ചിട്ട് നമുക്ക് കൂടുതലായിട്ട് പഠിക്കണം, അപ്പൊ ആ ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെയാണ് എന്ത് പറയാ, എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ ഒരു ഇഷ്യൂവിന് നമുക്ക് എന്തുണ്ട്, അതിനെ പറ്റിയിട്ടുള്ള ലിമിറ്റഡ് ഇൻഫർമേഷൻസ് ഉണ്ട്. അപ്പൊ ലിമിറ്റഡ് ഇൻഫർമേഷൻ ആണ് എന്ത്, ലിമിറ്റഡ് ഇൻഫർമേഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ അതിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എക്സ്പ്ലോർ ചെയ്യുക. ഒരു ടോപ്പിക്കിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക, അതിനെ പറ്റിയിട്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ പറ്റിയിട്ട് കിട്ടുന്ന ഡാറ്റ ഒക്കെ കളക്ട് ചെയ്തിട്ട് നമ്മൾ അതിനെ പറ്റിയിട്ട് കൂടുതൽ പഠിക്കുക. ഇതിനെയാണ് എന്ത് പറയുന്നത്, എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. ഇത് മെയിൻ ആയിട്ടും ഒരു സ്റ്റഡി, ഒരു റിസർച്ചിന്റെ പുറത്ത് നമ്മളിപ്പോ ഒരു റിസർച്ച് ചെയ്യുന്നുണ്ടാവും, ആ വിഷയം ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ റിസർച്ച് ചെയ്യാണ്. പക്ഷെ അപ്പൊ നമുക്ക് ആ വിഷയത്തിനെ കുറിച്ചിട്ട് നമുക്ക് കൂടുതൽ അറിയണം എന്നുണ്ട്. എന്നാലല്ലേ നമുക്കൊരു ഒരു കാര്യത്തിനെ കുറിച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ കുറിച്ച് റിസർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ വേണമല്ലോ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് ചെയ്യുന്നത്. To explore issue detail in usually done when alternative option not clearly defined, അല്ലെ. എന്താണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു
ഇഷ്യൂല് നമുക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടില്ലേ, യൂഷ്വലി ഡൺ വെൻ ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ ഈസ് ക്ലിയർലി ഡിഫൈൻ ലീഡ് ടു സെക്കൻഡറി റിസർച്ച് അല്ലേ. നമ്മൾ പറഞ്ഞ പോലെ ഒരു ടോപ്പിക്കിന്, നമുക്ക് അറിയാത്തൊരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് നമ്മൾ ഇങ്ങനെ കൂടുതലായിട്ട് അതിനെ പറ്റിയിട്ട് വിവരം ശേഖരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു റിസർച്ച് നമുക്ക് വേറൊരു റിസർച്ചിലേക്ക് ചിലപ്പോൾ നമുക്ക് വഴിതിരിക്കും അല്ലെ. സോ എക്സ്പ്ലനറ്ററി കനോട്ട് പ്രൊവൈഡ് ആൻസർ ടു ദ പ്രോബ്ലം. മെയിൻ ആയിട്ട് ഇത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ആൻസർ കണ്ടെത്തുക എന്നുള്ളതിന് ഉപരിയായിട്ട് ഏതെങ്കിലും ഒരു വിഷയത്തിനെ കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് എക്സ്പ്ലോറേറ്ററി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Research use exploratory methods such as literature of review, pilot study, focus group or interview to explore key concept, identify research questions and redefine study objectives. അല്ലെ, അത് എന്തൊക്കെയാണ്? എക്സ്പ്ലോറേറ്ററി റിസർച്ചിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ലിറ്ററേച്ചർ ഓഫ് റിവ്യൂ, പൈലറ്റ് സ്റ്റഡിയിലൂടെയോ ഫോക്കസ് ഗ്രൂപ്പിലൂടെയോ ഇന്റർവ്യൂയിലൂടെയോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്താ ലിറ്ററേച്ചർ ഓഫ് റിവ്യൂ അല്ലെ, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ലിറ്ററേച്ചർ ഓഫ് റിവ്യൂസ് എന്ന് പറയാറുണ്ട്. എന്താ, നമ്മൾ ഏതെങ്കിലും ഒരു ബുക്ക്, ഇതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ബുക്ക്, ആ ബുക്കിൽ നമ്മൾ വായിക്കുക അല്ലെ, അല്ലെങ്കിൽ അതിനെ പറ്റി വന്നിട്ടുള്ള എന്തെങ്കിലും ആർട്ടിക്കിളോ ന്യൂസ് പേപ്പേഴ്സോ അല്ലെ, ന്യൂസിൽ വന്നിട്ടുള്ള ഒരു കാര്യമൊക്കെ ആണെങ്കിൽ അതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, പ്രീവിയസ് ആയിട്ട് റിസർച്ച് നടന്നിട്ടുണ്ടാകും. അപ്പൊ നമ്മൾ റിസർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയത്തിൽ വേറെ ആളുകളും ഇതിനു മുമ്പ് റിസർച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ ന്യൂസ് പേപ്പറിൽ വന്നിട്ടുണ്ടായിരിക്കും, ചില ബുക്കിൽ ഉണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ നമ്മൾ വായിച്ച് അതിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് വിവരം ഉണ്ടാക്കുന്നതിനെയാണ് ലിറ്ററേച്ചർ ഓഫ് റിവ്യൂ എന്ന് പറയുന്നത്. പിന്നെ പൈലറ്റ് സ്റ്റഡി അല്ലെ, പൈലറ്റ് സ്റ്റഡി എന്ന് പറയുമ്പോൾ എന്താണ്? കണ്ടക്ടിങ് സ്മോൾ പ്രിലിമിനറി സ്റ്റഡി. നിങ്ങൾ എഴുതി വെച്ചോട്ടോ, ഞാൻ സ്ലൈഡിൽ എഴുതിയിട്ടില്ല. പൈലറ്റ് സ്റ്റഡി, പൈലറ്റ് ലിറ്ററേച്ചർ ഓഫ് റിവ്യൂ എന്ന് ഇടുക, എന്നിട്ടൊരു ഹൈഫൺ ഇടുക. ഓക്കെ, ലിറ്ററേച്ചർ ഓഫ് റിവ്യൂ എന്ന് എഴുതുക, എന്നിട്ട് ഹൈഫൺ ഇടുക, എന്നിട്ട് എഴുതിക്കോ സ്റ്റഡി ബുക്ക്, ആർട്ടിക്കിൾ, ന്യൂസ് പേപ്പർ ആൻഡ് പ്രീവിയസ് റിസർച്ച്. കിട്ടിയോ? ലിറ്ററേച്ചർ ഓഫ് റിവ്യൂ, സ്റ്റഡി ബുക്ക്, ആർട്ടിക്കിള്, ന്യൂസ് പേപ്പർ ആൻഡ് പ്രീവിയസ് റിസർച്ച്. ഇതാണ് ലിറ്ററേച്ചർ ഓഫ് റിവ്യൂ എന്ന് പറയുന്നത്. ഇനി പൈലറ്റ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ടിങ് സ്മോൾ പ്രിലിമിനറി സ്റ്റഡി. നമ്മൾ വലിയ സ്റ്റഡി നടത്തുന്നതിന് മുമ്പ് ചെറിയൊരു സ്റ്റഡി നടത്തുന്നതിനെയാണ് എന്ത് പറയാ? പൈലറ്റ് സ്റ്റഡി എന്ന് പറയാം. വലിയൊരു സ്റ്റഡി നടത്തുന്നതിന് മുമ്പ് ചെറിയൊരു സ്റ്റഡി അതിനെ പറ്റി നടത്തുന്നതിനെയാണ് പൈലറ്റ് സ്റ്റഡി എന്ന് പറയാ. എന്താണ്? കണ്ടക്ടിങ് സ്മോൾ പ്രിലിമിനറി സ്റ്റഡി. കണ്ടക്ടിങ് സ്മോൾ പ്രിലിമിനറി സ്റ്റഡി ആണെന്ത്? പൈലറ്റ് സ്റ്റഡി എന്ന് പറയുന്നത്. ഇനി ഫോക്കസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ആണ്. ടു ഗ്യാദർ ഒപ്പീനിയൻ അല്ലെ, കുറെ ആളുകൾ എടുത്തുന്ന ഒരു വിഷയത്തിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഒരു ഗ്രൂപ്പ് ഡിസ്കഷനെയാണ് എന്ത് പറയുന്നത്? ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ ഇന്റർവ്യൂ, ഇതിലൂടെയൊക്കെ നമുക്ക് അതേ പറ്റും ഈ ഒരു എക്സ്പ്ലോറേറ്ററി അല്ലെങ്കിൽ ഒരു വിഷയത്തിനെ കുറിച്ചിട്ട് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി എക്സ്പ്ലോറേറ്ററി ഉണ്ട്, എക്സ്പ്ലനേറ്ററി ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട്. അത് മൂന്നും വരുമ്പോൾ കൺഫ്യൂഷൻ ആവരുത്. എക്സ്പ്ലോറേറ്ററി എന്ന് പറയുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ലിമിറ്റഡ് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നടത്തുന്നതാണ് എന്ത്? എക്സ്പ്ലോറേറ്ററി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് ഡിസ്ക്രിപ്റ്റീവ്. എക്സ്പ്ലോറേറ്ററി മനസ്സിലായോ? എക്സ്പ്ലോറേറ്ററി മനസ്സിലായാൽ മാത്രമേ ഡിസ്ക്രിപ്റ്റീവിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് ഏകദേശം ഒരേപോലെ വരുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകും. അതുകൊണ്ടാണ്. എക്സ്പ്ലോറേറ്ററിൽ ക്ലിയർ ആണോ? ഓക്കെ ആണോ? എക്സ്പ്ലോറേറ്ററി റിസർച്ച് ക്ലിയർ ആണോ? ഓക്കെ. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് അല്ലെ, അടുത്തത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുമ്പോൾ ഫാക്ട് ഫൈൻഡിങ് ആണ്. ഓക്കെ, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിന്റെ ഒരു ഐഫോൺ ഇട്ടിട്ട് കീവേഡ് എഴുതിക്കോ. ഫാക്ട് ഫൈൻഡിങ് ആണ് എന്ത്? ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. യൂസ്ഡ് ഇൻ വേരിയസ് ഫീൽഡ് ഇൻക്ലൂഡിങ് സോഷ്യൽ സയൻസോ എഡ്യൂക്കേഷനോ ബിസിനസ്സോ അതല്ലെങ്കിൽ എക്കണോമിക്സിലോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് അല്ലേ. നമ്മൾ സോഷ്യൽ സയൻസിലും എഡ്യൂക്കേഷനും ബിസിനസ്സിലും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് റിസർച്ച് ആണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. അതായത് കളക്ടിങ് ഫാക്ട് അബൌട്ട് എ സിറ്റുവേഷൻ ഒരു ഇവന്റ്, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ ഒരു ഗ്രൂപ്പ് എന്തെങ്കിലും ഒരു ഇവന്റ് നടക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നടക്കുക,
അപ്പൊ ആ ഒരു സിറ്റുവേഷനെ കുറിച്ചിട്ടുള്ള ഫാക്ട് നമ്മൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് അതിനെ പറ്റിയിട്ട് നടത്തുന്നതാണ് എന്ത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഇറ്റ് പ്രൈമർലി ഒബ്ജക്റ്റീവ് ഈസ് ടു comprehensive describe and characteristics as a particular phenomena, situation or event or institution. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു ഫിനോമിന ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരിക്കാം, എന്തെങ്കിലും ഒരു ഇവന്റ് ഉണ്ടായിരിക്കാം. അപ്പൊ അതിനെ പറ്റിയിട്ട് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ മെയിൻ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന സ്റ്റഡിനെയാണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി എന്ന് പറയുക. Focus on causality and manipulation of variables. Descriptive research is primarily concerned with providing a detailed snapshot of specific scenario without interfering with manipulating the environment. അതായത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ മെയിൻ ആയിട്ട് പറയുന്നത് എന്താണ്, ഒരു സിസ്റ്റമാറ്റിക്കലി ആയിട്ട് അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യം ഡിസ്ക്രൈബ് ചെയ്യുക. അത് ചിലപ്പോൾ എന്തെങ്കിലും ഫിനോമിനെ കുറിച്ചായിരിക്കാം, ഒരു സിറ്റുവേഷനെ കുറിച്ചായിരിക്കാം. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മളുടെ വാട്ട് ഹാപ്പനിങ് അല്ലെ, എന്താണ് അവിടെ നടക്കുന്നത്, ആരൊക്കെയാണ് അതിൽ, ഹൂ ഈസ് ഇൻവോൾവ്ഡ് അല്ലെ, ആരൊക്കെയാണ് അതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്, എത്രത്തോളം, ഹൗ മച്ച് ദാറ്റ് ഹാപ്പൻ അല്ലെ, എത്രത്തോളം അത് നടന്നിട്ടുണ്ട്, ഏതെങ്കിലും ഒരു സിറ്റുവേഷനോ ഇവന്റ്സോ ഒക്കെ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഒരു ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിലൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ ഇപ്പോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേരിയബിൾസോ കാര്യങ്ങളോ അതൊന്നും മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ടല്ല എന്ത് ചെയ്യുന്നത്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ പോകുന്നത്. നോട്ട് ടു ഫൈൻഡ് എ കോസ് ആൻഡ് എഫക്ട്, അല്ലെങ്കിൽ അതിന്റെ കാരണം അല്ലെ, അങ്ങനെയല്ല. അതിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യാം, ആര്, വാട്ട്, ഹൂ, ഹൗ, എങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ആൻസർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് നടത്തുന്നത്. ഓക്കെ, ഇവിടെ അല്ലെ, അതായത് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പിക്ചർ ഓഫ് എ സിറ്റുവേഷൻ അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിലെ സ്നാപ്ഷോട്ട് എന്ന് പറയുന്നത് എന്താ, സ്നാപ്ഷോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടുക എന്തിനെ പറ്റിയിട്ട്, ഒരു സിറ്റുവേഷനെ കുറിച്ചിട്ട് അറ്റ് എ ടൈം, ഒരു ടൈം പീരീഡില് ഒരു കാര്യത്തെ കുറിച്ചിട്ട്, ഒരു ഇവന്റിനെ കുറിച്ചിട്ട്, ഒരു സിറ്റുവേഷനെ കുറിച്ചിട്ട് അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് നടത്തുന്നത്. ഓക്കെ, എന്ത് ചെയ്യാ, നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ ആ ഒരു സിറ്റുവേഷനിൽ ഇന്റർപ്രറ്റ് ചെയ്തിട്ട് ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇൻവെസ്റ്റിഗേഷൻ വിത്ത് എൻ അഡീക്വേറ്റ് ഇന്റർപ്രിട്ടേഷൻ, ഇറ്റ് എന്യൂമറേറ്റ് ഡാറ്റ അബൌട്ട് എ പോപ്പുലേഷൻ ബീങ് സ്റ്റഡീഡ്. It's used to describe an event or provide factual and accurate description of a population. ഇതിന്റെ കഴിഞ്ഞിട്ട് ഞാൻ ഇതിന്റെ ഒരു ഡിഫറൻസ് പറഞ്ഞുതരാം കേട്ടോ, മറ്റേതിന്റെയൊക്കെ മൂന്നിനും കൂടെ ഒരു ഡിഫറൻസ് പറഞ്ഞുതരാം. ഇറ്റ് enumerate the data about a population being studied. It used to describe an event or to provide factual and accurate description of a population. എന്താണ് മെയിൻ ആയിട്ട്, എന്താണ് ഇത്, ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡിസ്ക്രൈബ് ആയിട്ടുള്ള, അപ്പം ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിന്റെ കീവേഡ് ആണ് എന്ത്, ഡിസ്ക്രൈബ് അല്ലെ. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിന്റെ കീവേഡ് ആണ് ഡിസ്ക്രൈബ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് എന്താണ്, ഏതെങ്കിലും ഒരു സിറ്റുവേഷനോ ഇവന്റ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാല് അതിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിട്ട് പഠിക്കുക, അല്ലെങ്കിൽ വാട്ട്, ഹൂ, ഹൗ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ആൻസർ കണ്ടെത്തുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വരുന്നത് എക്സ്പ്ലനേറ്ററി റിസർച്ച് ആണ്. എക്സ്പ്ലനേറ്ററി റിസർച്ച് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് റിസർച്ച് ദാറ്റ് ഈസ് കണ്ടക്ടഡ് ടു എക്സ്പ്ലെയിൻ വൈ ആൻഡ് ഹൗ എ പെർട്ടിക്കുലർ ഫിനോമിനൻ ഒക്യൂർസ് അല്ലെ. ഇതെന്താണ്, ഒരു ടൈപ്പ് ഓഫ് റിസർച്ച് ആണ്, കണ്ടക്ടഡ് ടു എക്സ്പ്ലെയിൻ വൈ ആൻഡ് ഹൗ എ പെർട്ടിക്കുലർ ഫിനോമിനൻ ഒക്യൂർസ് അല്ലെ. ഒരു പെർട്ടിക്കുലർ ഫിനോമിനൻ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം വാട്ട്, ഹൂ, ഹൗ എന്നായിരുന്നു ഡിസ്ക്രിപ്റ്റീവിൽ എന്നുണ്ടെങ്കിൽ ഇത് വൈ, അതിന്റെ കാരണം എന്താ, ഒരു സംഭവം നടക്കാൻ കാരണം എന്താ അല്ലെ, അത് വിശദീകരിക്കുന്നതിനെയാണ് എക്സ്പ്ലനേറ്ററി എന്ന് പറയാം. ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് നടക്കാൻ എന്തുകൊണ്ട്, എന്താണ് അതിന് കാരണം, അതാണ് എക്സ്പ്ലനേറ്ററി എന്ന് പറയുന്നത്. ടു എക്സ്പ്ലെയിൻ വൈ സംതിങ് ഹാപ്പൻ, എന്തുകൊണ്ട് സംഭവം നടന്നു. ഐഡന്റിഫൈ കോസ്റ്റൽ റിലേഷൻഷിപ്പ് അല്ലെ, ആ ഒരു കാരണം എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. Explanatory research seek to uncover the underlying mechanism, process or reason behind observed phenomena or relationship. നമ്മളുടെ എന്തെങ്കിലും ഒരു ഫിനോമിന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു റീസൺ എന്താണ്, അതല്ലെങ്കിൽ അതിൽ ഉള്ളിൽ ഒളിഞ്ഞു നിൽക്കുന്ന കാരണം എന്താണ്, ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാണ് ഇതിലൂടെ ചെയ്യുന്നത്.
ഇതില് റിസർച്ചർ എന്ത് ചെയ്യും, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും അല്ലെ, ഹൗ ആൻഡ് വൈ സർട്ടൻ വേരിയബിൾസ് ആർ റിലേറ്റഡ്, ഹൗ സ്പെസിഫിക് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ഔട്ട്കംസ് അല്ലെ, ഇതിന്റെ ഇങ്ങനെ ഔട്ട്കംസ് ഇങ്ങനെ ആവാൻ കാരണം എന്തൊക്കെയാണ്, അതിന് ബന്ധപ്പെട്ടിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് അല്ലെ, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു നമ്മൾ റിസർച്ചർ എന്ത് ചെയ്യാണ്, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാണ്. ഓക്കെ, കാരണം എന്താന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാണ് ഈ ഒരു എക്സ്പ്ലനേറ്ററിയിലൂടെ ചെയ്യുന്നത്. Explanatory research is built upon descriptive or correctional findings to provide deeper insight and explanation. ഇങ്ങനെ എക്സ്പ്ലനേറ്ററി റിസർച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കാരണം കൃത്യമായി കിട്ടുന്ന സമയത്ത് നമുക്ക് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ കുറിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇൻസൈറ്റ് കിട്ടും, അല്ലെങ്കിൽ ഡീപ്പർ ആയിട്ടില്ലേ അത്രത്തോളം ആഴത്തിലുള്ള ഒരു അറിവ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഈ എക്സ്പ്ലനേറ്ററി റിസർച്ച് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഇനി ഒന്ന് നോക്കിക്കേ, എക്സ്പ്ലനേറ്ററി ഇപ്പൊ നമ്മൾ പറഞ്ഞ മൂന്ന് എന്താണ് എന്തൊക്കെ, എക്സ്പ്ലനേറ്ററി, എക്സ്പ്ലോറേറ്ററി, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഞാൻ പറയുന്ന കാര്യം കൃത്യമായിട്ട് കേട്ടോ. എക്സ്പ്ലോറേറ്ററി അല്ലെ, എക്സ്പ്ലോറേറ്ററി എന്ന് പറയുമ്പോൾ എന്താണ്, പുതിയതോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യക്തമല്ലാത്ത ന്യൂ തിങ്സ്, അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യത്തിനെ കുറിച്ച് ചെറിയൊരു അറിവുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ട് അന്വേഷിക്കുകയാണ് എന്ത് ചെയ്യുന്നത്, എക്സ്പ്ലോറേറ്ററിയിൽ പറയുന്നത്. എന്നാൽ എക്സ്പ്ലനേറ്ററിയിൽ പറയുന്നത് ഒരു സംഭവത്തിന്റെ കാരണം അല്ലെങ്കിൽ ആ ഒരു സംഭവം നടക്കാനുള്ള പ്രക്രിയ വിശദീകരിക്കുകയാണ് എന്തിൽ ചെയ്യുന്നത്, എക്സ്പ്ലനേറ്ററിയിൽ ചെയ്യുന്നത്. ഇനിയുള്ളത് ഏതാണ്, ഡിസ്ക്രിപ്റ്റീവ് ആണ് അല്ലെ. ഒരു സംഭവം എന്താണ്, ആ സംഭവത്തിലുള്ള ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാർ ഏതൊക്കെയാണ്, അതിനെ കൃത്യമായിട്ട് വിവരിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഡിസ്ക്രിപ്റ്റീവ്. അപ്പം ഒരു കാര്യം വിവരിക്കുകയാണെങ്കിൽ അത് ഡിസ്ക്രിപ്റ്റീവ്, ഒരു കാര്യം വിശദീകരിക്കുകയാണെങ്കിൽ അതെന്താണ്, എക്സ്പ്ലനേറ്ററി. ഓക്കെ, ഇനി എന്താണ് പ്രശ്നം എന്നുള്ളത് ഇങ്ങനെ അന്വേഷിക്കുന്നതിനെയാണ് എക്സ്പ്ലോറേറ്ററി. എക്സ്പ്ലോർ ചെയ്യുക എന്താണ് പ്രശ്നം അല്ലെ, എന്താണ് അവിടെ നടക്കുന്നത്, അത് നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ അതിന് എക്സ്പ്ലോറേറ്ററി എന്ന് പറയും. എന്നാല് എന്താണ് അവിടെ സംഭവിക്കുക, എന്താണ് ആ ഒരു സിറ്റുവേഷനിൽ സംഭവിച്ചത്, എന്താണെങ്കിൽ ആ ഒരു ഫിനോമിനൽ എന്താണ് സംഭവിച്ചത് എന്നാണെങ്കിൽ അതിനെ ഡിസ്ക്രിപ്റ്റീവ് എന്നുകൊണ്ടും, എന്തുകൊണ്ടാണ് അല്ലെ, കാരണം എന്താണ് എന്നുള്ളതാണെങ്കിൽ അതിനെ എക്സ്പ്ലനേറ്ററി എന്നുമാണ് ഇതിനെ പറയുന്നത്. ഓക്കെ ആണോ? കൺഫ്യൂഷൻ വന്നുണ്ടോ? കൺഫ്യൂഷൻ ആണോ? ഓക്കെ ആണോ? അല്ലെങ്കിൽ നമുക്ക് അടുത്ത റിസർച്ചിലേക്ക് പോവാം. ഓക്കെ, അനലിറ്റിക്കൽ എന്ന് പറയുമ്പം യൂസ് ഫാക്ട് ഓർ ഇൻഫർമേഷൻ ഓൾറെഡി അവൈലബിൾ ആൻഡ് അനലൈസ് ദം ടു മേക്ക് എ ക്രിട്ടിക്കൽ ഇവാലുവേഷൻ ഓഫ് എ പ്രോബ്ലം. അനലിറ്റിക്കൽ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഒരു ഫാക്ടോ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷനോ ഓൾറെഡി ഉണ്ട്, നിലവിൽ ഓൾറെഡി ഒരു ഇൻഫർമേഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചുകൂടി അത് ഉള്ള ഇൻഫർമേഷൻ കറക്റ്റ് ആണോ, ഉള്ള ഇൻഫർമേഷനിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, ഉള്ള ഒരു ഫാക്റ്റിലെ ആ ഫാക്റ്റിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കുന്നതിനെയാണ് അനലിറ്റിക്കൽ എന്ന് പറയുന്നത്. അനലിറ്റിക്കൽ റിസർച്ച് ഇൻവോൾവ് ദ ക്രിട്ടിക്കൽ ഇവാലുവേഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ഇൻഫർമേഷൻ. ക്രിട്ടിക്കൽ ഇവാലുവേഷൻ കേട്ടോ, അനലിറ്റിക്കലിന്റെ കീവേഡ് ആണെന്ത്, ക്രിട്ടിക്കൽ ഇവാലുവേഷൻ. ഓക്കെ, അനലിറ്റിക്കൽ തിയറിയിൽ ചെയ്യുന്നത് ഉള്ള ഒരു ഇൻഫർമേഷൻ, ഉള്ള ഒരു ഫാക്ട്, അതായത് ഇപ്പൊ നമ്മൾ പണ്ടേ പറഞ്ഞിട്ടുള്ള ഒരു ഫാക്ട്, നമ്മൾ പറയും ന്യൂട്ടന്റെ ചലന നിയമം അല്ലെ, എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇത് നമുക്ക് പണ്ടേ നമുക്കുള്ള ഒരു അറിവാണ്, നമ്മൾ ചെറിയ പ്രായത്തിലെ നമ്മൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ നമുക്ക് തോന്നാണ് അത് ശരിയാണോ തെറ്റാണോ എന്ന് പഠിക്കണം, അതിനെ പറ്റിയിട്ട് ഒന്ന് ഇവാലുവേഷൻ ചെയ്യണം. അങ്ങനെയാണ് പുതിയ തിയറികളൊക്കെ രൂപപ്പെടാറുണ്ട് അങ്ങനെയൊക്കെ. അപ്പം ആ ഒരു കാര്യം അല്ലെ, അതിനെ ക്രിട്ടിക്കലായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്ന ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, അനലിറ്റിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ഇൻഫർമേഷൻ, എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടി, ആ ഇൻഫർമേഷൻ ശരിയാണോ അതിനെ പറ്റിയിട്ട് കീറി മുറിച്ചിട്ട് നമ്മൾ അതിനെ പറ്റി പഠിക്കുന്നതിനെയാണ് അല്ലെ, നമ്മൾ കിട്ടിയിട്ടുള്ള ഡാറ്റ ആയിരിക്കാം, നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു തിയറി ആയിരിക്കാം. അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ട് അല്ലെ ഒരു ക്രിട്ടിക്കലായിട്ട് അതിനെ കീറി മുറിച്ചിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, അനലിറ്റിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്.
Researchers analyze and synthesize available evidence to generate insight, interpretation, conclusion about the phenomena under study. നമ്മളൊരു റിസർച്ച് നടത്തുന്നതിന്റെ ഇടയിൽ എന്തെങ്കിലും ഒരു വിഷയം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തിയറിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ, ഇൻസൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഇന്റർപ്രിട്ടേഷൻ നടത്താൻ വേണ്ടിയിട്ടും അതിലൂടെ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യും, ഈ അനലിറ്റിക്കൽ റിസർച്ച് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ അനലിറ്റിക്കൽ റിസർച്ച് ഒന്നുമില്ല, ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഒരു തിയറിനെയോ ഡാറ്റനോ ഇൻഫർമേഷനൊക്കെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ കൃത്യമായിട്ട് ഇന്റർപ്രിട്ടേഷൻ ചെയ്യുന്നതിനെയാണ് അനലിറ്റിക്കൽ എന്ന് പറയാം. അപ്പം അനലിറ്റിക്കലിന്റെ കീവേഡ്സ് എന്തൊക്കെയാണ്? ക്രിട്ടിക്കൽ ഇവാലുവേഷൻ എന്ന് പറയാം, അനലൈസ് പറയാം, ഇന്റർപ്രിട്ടേഷൻ പറയാം. ഏതൊക്കെയാണ് അനലിറ്റിക്കൽ റിസർച്ചിന്റെ കീവേഡ്സ്? ക്രിട്ടിക്കൽ ഇവാലുവേഷൻ വരാം, അനലൈസ് വരാം, ഇന്റർപ്രിട്ടേഷൻ വരാം. ഓക്കെ, ഒരു അടുത്ത റിസർച്ച് എന്ന് പറയുന്നത് എക്സ്പെരിമെന്റൽ റിസർച്ച് ആണ്. ഓക്കെ, എക്സ്പെരിമെന്റൽ റിസർച്ച് ആണ് അടുത്ത റിസർച്ച്. ടെസ്റ്റിംഗ് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് അണ്ടർ എ കൺട്രോൾഡ് കണ്ടീഷൻ. ദ റിസർച്ച് മെത്തേഡ് which is most appropriate for studying the effectiveness of innovative methods. അല്ലെ, എക്സ്പെരിമെന്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അവിടെ ഒരു കോസ് ആൻഡ് എഫക്റ്റ് ഉണ്ടാവും. എക്സ്പെരിമെന്റൽ വേർഡിന്റെ കീവേഡ്സ് ആണ് കോസ് ആൻഡ് എഫക്റ്റ്. ഓക്കെ, എക്സ്പെരിമെന്റൽ റിസർച്ചിന്റെ കീവേഡ് ആണെന്ത്? കോസ് ആൻഡ് എഫക്റ്റ്. അതായത് ഒരു അതിന്റെ കൺട്രോൾഡ് കണ്ടീഷനും കേട്ടോ. കൺട്രോൾഡ് കണ്ടീഷനും എന്തിന്റെ കീവേഡാണ്? എക്സ്പെരിമെന്റൽ റിസർച്ചിന്റെ കീവേഡാണ്. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു അല്ലെ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു കൺട്രോൾഡ് കണ്ടീഷനിൽ ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് എക്സ്പെരിമെന്റൽ റിസർച്ച് എന്ന് പറയാം. ഒരു ലബോറട്ടറി ആവുക, ഒരു ലാബില് അല്ലെ, ഒരു ലാബ് എന്ന് പറയുമ്പോൾ എന്താ, ഒരു കൺട്രോൾഡ് കണ്ടീഷൻ. അവിടെ ടെമ്പറേച്ചർ കൺട്രോൾ ആയിരിക്കും, അതേപോലെ അവിടെയുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾഡ് ആയിരിക്കും. അപ്പൊ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ, ഇപ്പൊ ലാബ് പോലുള്ള കൺട്രോൾഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ അവിടെ ഒരു കാര്യത്തിന്റെ കോസ് അല്ലെ, കാരണം എന്താണ്, അതിന്റെ എഫക്റ്റ്, അതിന്റെ ഫലം എന്താണ് അല്ലെ, കോസ് ആൻഡ് എഫക്റ്റ് അല്ലെ, കാരണം എന്താണ്, അതിന്റെ ഫലം എന്താണ് എന്നുള്ള അതിന്റെ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് എക്സ്പെരിമെന്റൽ റിസർച്ച് എന്ന് പറയുന്നത്. അപ്പൊ എക്സ്പെരിമെന്റൽ റിസർച്ച് എന്ന് പറയുമ്പോൾ എന്താണ്, കൺട്രോൾഡ് കണ്ടീഷനിൽ നമ്മൾ കോസ് ആൻഡ് എഫക്റ്റ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, കൺട്രോൾഡ് കണ്ടീഷനിൽ കോസ് ആൻഡ് എഫക്റ്റ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, എക്സ്പെരിമെന്റൽ റിസർച്ച് എന്ന് പറയുന്നത്. ദ റിസർച്ച് മെത്തേഡ് വിച്ച് ഈസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഫോർ സ്റ്റഡിങ് ദ എഫക്റ്റീവ്നെസ് ഓഫ് എ ഇന്നോവേറ്റീവ് മെത്തേഡ്. അല്ലെ, പുതിയൊരു കാര്യം കൊണ്ടുവന്നു, ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ന്യൂ ആയിട്ടുള്ള ഒരു സാധനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റീവ്നെസ്സും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ അതിന്റെ കോസ് ആൻഡ് എഫക്റ്റ് അല്ലെ, അതിന്റെ കാരണം അതിന്റെ ഫലമൊക്കെ വെച്ചിട്ട് ഒരു കൺട്രോൾഡ് കണ്ടീഷനിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു പുതിയ കാര്യങ്ങളുടെയൊക്കെ എഫക്റ്റീവ്നെസ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. ബേസ്ഡ് ഓൺ ദ എക്സ്പെരിമെന്റൽ ഹൈപ്പോത്തിസിസ് സ്റ്റഡി എഫക്ട് ഓഫ് ചേഞ്ച് ഓഫ് വൺ വേരിയബിൾ ടു അനദർ. അല്ലെ, അതായത് ബേസ്ഡ് ഓൺ ദ എക്സ്പെരിമെന്റൽ ഹൈപ്പോത്തിസിസ് സ്റ്റഡി എഫക്ട് ദ ചേഞ്ചിങ് വൺ വേരിയബിൾ ടു അനദർ. അപ്പൊ വേരിയബിൾസ് ഉണ്ടാകും അല്ലെ, വേരിയബിൾസ്. അതായത് ഇപ്പൊ ഇന്നൊരു ഒരു എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്യുക അല്ലെങ്കിൽ ഒരു സ്റ്റഡി നമ്മൾ നടത്തുക, അവിടെ രണ്ട് വേരിയബിൾസ് ഉണ്ടായിരിക്കും. അതായത് ഓക്കെ, ഒരു സാധനം ഉള്ളത് കൊണ്ടാണ് മറ്റുള്ള സാധനം ഇങ്ങനെ ആയിപ്പോയത്. ഓക്കെ, വേരിയബിൾ എന്ന് പറയുമ്പോൾ എന്താ, വേരിയബിൾ എന്ന് പറയുമ്പം ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ് എന്ത് വേരിയബിൾ എന്ന് പറയാം നമുക്ക് അല്ലെ. ബേസിക് അതായത് ഇപ്പോ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു നമ്മളുടെ ആൻസൈറ്റി കൂടിക്കഴിഞ്ഞാൽ പരീക്ഷയിൽ മാർക്ക് കുറയും. ഇപ്പൊ നമുക്ക് ഫിയർ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷയിൽ മാർക്ക് കുറയും. ഇതെന്താണ്, ഇതൊക്കെ വേരിയബിൾസ് ആണ്. ഓക്കെ, വേരിയബിൾ. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ട് ഇത് ശരിയാണോ തെറ്റാണോ, ഈ വേരിയബിൾസ് ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ രണ്ട് വേരിയബിൾസ് തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സ്റ്റഡി നടത്തുക. അപ്പൊ എന്താണ്, എക്സ്പെരിമെന്റൽ റിസർച്ചിന്റെ കീവേഡ്സ് ആണ് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻ ടെസ്റ്റ് ചെയ്യുക, കൺട്രോൾഡ് കണ്ടീഷന് ആൻഡ് വേരിയബിൾസ്. ഇതൊക്കെ എന്താണ് എക്സ്പെരിമെന്റൽ റിസർച്ചിന്റെ കീവേഡ്സ് ആണ്. എക്സ്പെരിമെന്റൽ റിസർച്ച്
aims to establish causal relationship between variables by starting with a research question concerning the relationship between two or more variables. അല്ലെ, രണ്ടോ അതിലധികമോ വേരിയബിൾസിന്റെ റിലേഷൻഷിപ്പ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. എക്സ്പെരിമെന്റൽ റിസർച്ച് എന്ത് ചെയ്യുന്നുണ്ട്, കോഷ്യൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്, അല്ലെ, വേരിയബിൾസ് തമ്മിലുള്ള, അല്ലെ, രണ്ടോ അതിലധികമോ വേരിയബിൾസ് തമ്മിലുള്ള കോഷ്യൽ റിലേഷൻഷിപ്പ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ബൈ സ്റ്റാർട്ടിങ് വിത്ത് റിസർച്ച് ക്വസ്റ്റ്യൻ കൺസേണിങ്, അല്ലെ, ഒരു റിസർച്ച് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാണ്, രണ്ടോ മൂന്നോ വേരിയബിൾസിന്റെ ഇടയിലുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, ടെസ്റ്റ് ചെയ്യും. ഇതിലൂടെ എക്സ്പെരിമെന്റൽ റിസർച്ചിലൂടെ. ഓക്കെ, രണ്ടോ മൂന്നോ, അല്ലെ, വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സ്പെരിമെന്റൽ റിസർച്ച് ചെയ്യുന്നത്. simultaneously develop one or more hypothesis to predict the expected nature of the relationship. അപ്പൊ എന്താണ്, ഒരു ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. ആ ഹൈപ്പോത്തിസിസ് ഒക്കെ എന്ത് ചെയ്യും, ഈ ഒരു റിസർച്ചിലൂടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ഓക്കെ ആണല്ലോ, ഓക്കെ ആണല്ലോ, ഓക്കെ ആണോ? എക്സ്പെരിമെന്റൽ റിസർച്ച് ഓക്കെ ആണോ? ഒരു 3 റിസർച്ചും കൂടെ ഉണ്ട്, നമുക്ക് അതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്താലോ? എന്ന റിസർച്ചിന്റെ ടൈപ്പ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ ആണോ? ഓക്കെ, ഇനിയുള്ളത് ക്വാളിറ്റേറ്റീവ് റിസർച്ചും പിന്നുള്ളത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചും ആണ്. ക്വാളിറ്റേറ്റീവ് റിസർച്ചും ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരുമിച്ച് പഠിക്കേണ്ടതാണ്. ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുമ്പോൾ എന്താ, ഒരു നാച്ചുറലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എൻക്വയറി ആണ്. ദാറ്റ് സീക്കിംഗ് ഇൻ ഡെപ്ത് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എ സോഷ്യൽ ഫിനോമിന വിത്ത് എ നാച്ചുറൽ സെറ്റിംഗ്. ക്വാളിറ്റേറ്റീവിന്റെ കീവേഡ് എഴുതിക്കോ, ഇൻഡെപ്ത്. ഇൻഡെപ്ത് അണ്ടർസ്റ്റാൻഡിങ് ആണ് എന്ത്, ക്വാളിറ്റേറ്റീവ്. അതായത് നമ്മളുടെ നാച്ചുറലി ഉള്ള സെറ്റിങ്സിൽ, നമ്മളുടെ നാച്ചുറൽ സെറ്റിങ്സിൽ നമ്മൾ ഒരു കാര്യത്തിനെ കുറിച്ച്, ഒരു സോഷ്യൽ ഫിനോമിനെ കുറിച്ചിട്ട്, അല്ലെ, നടക്കുന്ന ഒരു സോഷ്യൽ ഫിനോമിനെ കുറിച്ചിട്ട് നാച്ചുറൽ സെറ്റിങ്സിൽ നമ്മൾ അതിനെ ഇൻഡെപ്ത് ആയിട്ട്, ഡീപ്പായിട്ട് അതിനെ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യാൻ, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു നാച്ചുറലിസ്റ്റിക് എൻക്വയറി ആണ് എന്ത്, ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്താണ്, ദ പ്രോസസ് ഓഫ് നാച്ചുറലിസ്റ്റിക് എൻക്വയറി ദാറ്റ് സീക്ക് ഇൻ ഡെപ്ത് അണ്ടർസ്റ്റാൻഡിങ്. ഇപ്പൊ നമ്മൾ പറയാം, എന്തെങ്കിലും ഒരു വിഷയം നടന്നു, അപ്പൊ അതിനെ പറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് അതിനെ പഠിക്കണം. അപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ആൾദൈവങ്ങളിലെ, ആൾദൈവങ്ങൾ മനുഷ്യരിൽ എത്രത്തോളം എന്താ പറയാ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു സ്റ്റഡി നടന്നിട്ടുള്ളതായിരുന്നു, ആൾദൈവങ്ങള് ഒരു മനുഷ്യരിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ആളുകളെ കണ്ട് അതിനെപ്പറ്റി ഡീപ്പ് ആയിട്ട് എന്ത് ചെയ്യണം, നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയാണ് ഇൻഡെപ്ത് ആയിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യുക, ഓരോ ആളുകളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അവരുടെ വിശ്വാസങ്ങളും കാര്യങ്ങളും അവരുടെ പ്രവൃത്തികളും അവരുടെ ഓരോ ഡെയിലി ലൈഫ് റൊട്ടീൻസും ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കൃത്യമായിട്ട് പഠിക്കേണ്ടി വരും. അപ്പൊ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് എന്ത്, ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ വരുന്നത്. Okay, and the research which relies on data obtained by the researcher from first-hand observation, interview, questionnaire, record from natural settings, documents and case studies. നമുക്ക് എങ്ങനെയൊക്കെയാണ് ക്വാളിറ്റേറ്റീവ് സ്റ്റഡി നടത്താൻ പറ്റുക, ഒബ്സർവേഷനിലൂടെ നടത്താം, ഇന്റർവ്യൂയിലൂടെ നടത്താം, ക്വസ്റ്റ്യനറിലൂടെ നടത്താം, റെക്കോർഡിംഗ് ഫ്രം നാച്ചുറൽ സെറ്റിംഗ്സിൽ റെക്കോർഡിങ്സ് ചെയ്തിട്ട്, ഡോക്യുമെന്റ്സ്, കേസ് സ്റ്റഡി, ഇങ്ങനെയുള്ള മെത്തേഡിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വാളിറ്റേറ്റീവ് സ്റ്റഡി നടത്താൻ വേണ്ടി പറ്റും. ഓക്കെ, ആൻഡ് ഫസ്റ്റ് ഹാൻഡ് ഡാറ്റ കളക്ടഡ് ത്രൂ മെത്തേഡ്സ് സച്ച് ആസ് ഒബ്സർവേഷൻ, നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അതായത് ഒബ്സർവേഷനിലൂടെ, ഇന്റർവ്യൂയിലൂടെ, ക്വസ്റ്റ്യനറിലൂടെ, റെക്കോർഡിങ്ങിലൂടെ, ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വാളിറ്റേറ്റീവ് സ്റ്റഡി നടത്താൻ വേണ്ടി പറ്റും. എന്താണ്, ഫോക്കസ് ഓൺ അണ്ടർസ്റ്റാൻഡിങ് എക്സ്പീരിയൻസ് ആൻഡ് മീനിങ് ആൻഡ് ഫിനോമിന ഇൻ നാച്ചുറൽ സെറ്റിംഗ്സ്. എന്തൊക്കെയാണ് ക്വാളിറ്റേറ്റീവ് സ്റ്റഡിയിലൂടെ നമ്മൾ എന്തൊക്കെയാ നോക്കുക, എക്സ്പീരിയൻസ് നോക്കും, അല്ലെ, ഒരാളുടെ എക്സ്പീരിയൻസ് നോക്കും, മീനിങ്, അല്ലെ, നമ്മൾ പഠിക്കുന്ന വിഷയത്തിനെ കുറിച്ചിട്ടുള്ള അതിന്റെ അർത്ഥം ഡെപ്ത് ആയിട്ട് കേട്ടോ, അല്ലെങ്കിൽ ഒരു ഫിനോമിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിക്കുകയാണ് ചെയ്യുക. മെയിൻ ആയിട്ട് എന്തൊക്കെയാ ഇതിന്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്, എക്സ്പ്ലോർ ചെയ്യാനും ഡിസ്ക്രൈബ് ചെയ്യാനും ഇന്റർപ്രറ്റ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് സോഷ്യൽ ഫിനോമിന. എന്തെങ്കിലും ഒരു സോഷ്യൽ ഫിനോമിന നടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഒരു ബിഹേവിയർ, ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് അതിൽ എക്സ്പ്ലോർ ചെയ്യാം.
ആൻഡ് ഡിസ്ക്രൈബ് ചെയ്യാനും ഇന്റർപ്രറ്റ് ചെയ്യാനും ഒക്കെ ഈ ഒരു ക്വാളിറ്റേറ്റീവ് സ്റ്റഡി ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. മെയിൻ ആയിട്ട് ഇതിലുള്ള ടൈപ്പിലെ ക്വാളിറ്റേറ്റീവ് സ്റ്റഡിന്റെ ടൈപ്പാണ് ഫെനോമിനോളജി, ഗ്രൗണ്ടഡ് തിയറി, എത്തനോഗ്രഫി, കേസ് സ്റ്റഡി, ആക്ഷൻ റിസർച്ച്. ഓക്കെ, ഇതൊക്കെ എന്താണ് ക്വാളിറ്റേറ്റീവ് റിസർച്ചിന്റെ ടൈപ്പ് ആയിട്ട് വരുന്നതാണ്. ഫെനോമിനോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവ്ഡ് എക്സ്പീരിയൻസ് ഓഫ് ഇൻഡിവിജ്വൽ അല്ലെ, ഒരു മനുഷ്യന്റെ ലിവ്ഡ് എക്സ്പീരിയൻസ് അല്ലെ, അവരുടെ അതിനെ കുറിച്ചിട്ട് പഠിക്കുന്നതാണെങ്കിൽ അതിനെന്താണ് ഫെനോമിനോളജി എന്നാണ് പറയുന്നത്. ഗ്രൗണ്ടഡ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഒരു ഒരുപാട് ഡാറ്റ, ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്തിട്ടുണ്ടാക്കും. അതിന്റെ ബേസിൽ ഒരു തിയറി ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിനെയാണ് ഗ്രൗണ്ടഡ് തിയറി എന്ന് പറയുക. ഓക്കെ, നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റനെ ബേസ് ചെയ്തിട്ട് ഒരു തിയറി ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഗ്രൗണ്ടഡ് തിയറി എന്ന് പറയും. നമ്മൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൾച്ചർ, ഇപ്പൊ ഒരു ട്രൈബൽ ഏരിയക്ക് പോവുക, ട്രൈബൽ ഏരിയയിൽ ആദിവാസി ഏരിയയിലേക്ക് പോയിട്ട് അവിടുത്തെ ഒരു കൾച്ചറിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡീപ്പായിട്ട് പഠിക്കുകയാണെങ്കിൽ അതിനെയാണ് എത്തനോഗ്രഫി എന്ന് പറയാം. എന്താണ് എത്തനോഗ്രഫി? ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയയാണ് എത്തനോഗ്രഫി. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ എത്തനോഗ്രഫി. ഒരുപാട് ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട്. എത്തനോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ അധികം ക്വസ്റ്റ്യൻ പേപ്പറിലും കാണപ്പെടാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എത്തനോഗ്രഫി. എത്തനോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സ്റ്റഡി എ കൾച്ചറൽ കമ്മ്യൂണിറ്റി ഇൻഡെപ്ത് ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൾച്ചറിനെ കുറിച്ചിട്ട് നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുന്നതിനെയാണ് എന്ത് പറയാ, എത്തനോഗ്രഫി എന്ന് പറയാം. ഓക്കെ, കേസ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താണ്, ഇൻഡെപ്ത് ആയിട്ടുള്ള സ്റ്റഡിയാണ്. എ സിംഗിൾ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വലിനെയോ ഗ്രൂപ്പിനെയോ ഇൻസ്റ്റിറ്റ്യൂഷനെയോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, അതിനെയും ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, കേസ് സ്റ്റഡി എന്ന് പറയും. പിന്നെ ആക്ഷൻ റിസർച്ച് നമ്മൾ പറഞ്ഞു, ഒരു പ്രാക്ടീഷണേഴ്സ് ടു സോൾവ് ലോക്കൽ പ്രോബ്ലം ആൻഡ് ഇംപ്രൂവ് പ്രാക്ടീസ് അല്ലെ. അവർ ഒരു ഏതെങ്കിലും ഒരു സെറ്റിംഗ്സിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ അവരുടെ പ്രാക്ടീസിൽ അവരുടെ വർക്കിംഗ് പ്രാക്ടീസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ലോക്കൽ സെറ്റിംഗ്സിൽ നടത്തുന്ന ഒരു അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ ലെവലിലുള്ള റിസർച്ചാണ് ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്. ഇതിനൊക്കെ ഉപയോഗിക്കുക ക്വാളിറ്റേറ്റീവ് റിസർച്ചിന്റെ മെത്തേഡാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ ഇനി മെത്തേഡ് പറയുന്ന സമയത്ത് നമുക്ക് മെത്തേഡ് പഠിക്കാനുണ്ട്. മെത്തേഡ് പഠിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടി ഡെപ്ത് ആയിട്ട് അത് പഠിക്കും കേട്ടോ. ഇനി ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുമ്പോൾ ഫോക്കസ് ഓൺ ന്യൂമറിക്കൽ ഡാറ്റനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ മെഷർമെന്റ് ബേസ് ചെയ്തിട്ട് സ്റ്റാറ്റിക്കൽ ആയിട്ടുള്ള അനാലിസിസ്. ക്വാണ്ടിറ്റേറ്റീവിന്റെ കീവേഡ് എഴുതിക്കോ, ന്യൂമറിക്കൽ ഡാറ്റ. ക്വാണ്ടിറ്റേറ്റീവിന്റെ കീവേഡാണ് ന്യൂമറിക്കൽ ഡാറ്റ അല്ലെങ്കിൽ മെഷർമെന്റ്, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. ഇതൊക്കെ എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡിന്റെ കീവേഡ്സ് ആണ് കേട്ടോ. മെയിൻ ആയിട്ട് എന്താ, നമ്മൾ എന്തെങ്കിലും ടെസ്റ്റ് ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യുക, വേരിയബിൾസ് മെഷർ ചെയ്യുക, കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് നോക്കുക. ഇതൊക്കെയാണ് എന്ത് പറയുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സിൽ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. അതായത് ഇതൊരു ഒരു മാത്ത് ഡ്രിവൻ അപ്രോച്ച് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതായത് സ്റ്റാറ്റി വരും, മാത്സ് വരും. ഡാറ്റയാണ്, നമ്പറാണ്, ന്യൂമറിക്കൽ ഡാറ്റയാണ്, നമ്പറാണ്, സ്റ്റാറ്റിയാണ്, മാത്സ് ആണ്. ഓക്കെ, ഇതാണ് ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ. അതായത് ഇപ്പം ഇത്ര ശതമാനം, ഇപ്പൊ നമ്മൾ ഇതിന്റെയൊക്കെ അവസാനം കിട്ടിയ ഇത്ര ശതമാനം, ഇപ്പൊ നമ്മൾ പഠിക്കുകയാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നതിൽ 5 പേർക്ക് അല്ലെ, 100 പേരിൽ 5 പേര് ഇങ്ങനെയുള്ളത്, അതിൽ 6 പേർക്ക് ഇപ്പൊ ഒരു സ്കൂളിലാണ് അല്ലെങ്കിൽ അഡോളസൻസ് കുട്ടികളിലാണ് നടത്തുന്നുണ്ടെങ്കിൽ ഇത്ര പേർക്ക് എന്തുണ്ട്, ഇന്ന പ്രശ്നങ്ങളുണ്ട്, അതിൽ ഇത്ര പേര് ഇന്ന സ്ഥലത്തു നിന്ന് വരുന്നതാണ്. അങ്ങനെ നമുക്ക് അങ്ങനെ കണക്ക് വെച്ചിട്ട് അല്ലെ, നമ്പർ വെച്ചിട്ട് നമുക്ക് ഡാറ്റ കിട്ടുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയാ, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത്, റിസർച്ച് എന്ന് പറയുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഇറ്റ്സ് പ്രൈമറി ഒബ്ജക്റ്റീവ് ടു പ്രൊവൈഡ് ഒബ്ജക്റ്റീവ് ആൻഡ് മെഷറബിൾ ഡാറ്റ അല്ലെ, that can be turned into statistics and used to find patterns across large group of people. Okay, ഒരുപാട് ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്കിപ്പോ നമുക്ക് സെൻസസ് എടുക്കാറുണ്ട് അല്ലെ, നമ്മുടെ ഇന്ത്യയിലുള്ള ആളുകളുടെ എണ്ണം, അതിൽ എത്ര ആളുകൾ പോവർട്ടി BPL ലിസ്റ്റിലുണ്ട്, എത്ര ആളുകൾ APL ലിസ്റ്റിലുണ്ട്, ഇങ്ങനെയൊക്കെ നമ്മൾ ഇങ്ങനെ കണക്കെടുത്ത് അങ്ങനെ റിസർച്ച് നടത്താറുണ്ടല്ലോ. അതിലാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഇവിടെ കോമൺ ടൈപ്പ് പറയുന്നുണ്ട്, കോമൺ ടൈപ്പ് മാത്രം പറയാം. ഇത് നമ്മൾ എന്ത് ചെയ്യും, മെത്തേഡ്സ് പഠിക്കാനുണ്ട് നമുക്ക്. ഇനി മെത്തേഡ്സ് പഠിക്കുന്ന സമയത്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോവാം.
കോമൺ ടൈപ്പിൽ പെട്ടിട്ടുള്ളതാണ് എക്സ്പെരിമെന്റൽ റിസർച്ച്, കോസി എക്സ്പെരിമെന്റൽ റിസർച്ച്, എക്സ്പോസ്റ്റ് ഫാക്ടർ റിസർച്ച്, ഡിസ്ക്രിപ്റ്റീവ്, കോറിലേഷൻ റിസർച്ച് എന്നൊക്കെ പറയുന്നത്. ഇതെന്താ ചെയ്യാം നമുക്ക് നമ്മൾ മെത്തേഡ്സ് അല്ലെ, റിസർച്ചിന്റെ മെത്തേഡ്സ് ഏതൊക്കെയാന്നുള്ളത് നമുക്ക് ഒരു ടോപ്പിക് വരുന്നുണ്ട്, അതിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പഠിക്കാം കേട്ടോ. അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്പേഴ്സും മെഷർമെന്റും കോസ് ആൻഡ് എഫക്റ്റ് ഒക്കെ ആണ് ക്വാണ്ടിറ്റേറ്റീവിന്റെ കീവേഡ്സ് ആണ് കേട്ടോ. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ, മെഷർമെന്റ്, കോസ് ആൻഡ് എഫക്റ്റ് ഒക്കെ ക്വാണ്ടിറ്റേറ്റീവിന്റെ കീവേഡ്സ് ആണ്. ക്വാളിറ്റേറ്റീവിലാണെങ്കിൽ വേർഡ്സ്, മീനിങ്സ്, എക്സ്പീരിയൻസ്, അണ്ടർസ്റ്റാൻഡിങ്, ഇതൊക്കെയാണ് ക്വാളിറ്റേറ്റീവിൽ വരിക. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ചില റിസർച്ച് ഉണ്ടാവാറുണ്ട്. അതിനെയാണ് നമ്മൾ എന്താ പറയാ, മിക്സ്ഡ് മെത്തേഡ് പറയുക. അതായത് ക്വാണ്ടിറ്റേറ്റീവ് പ്ലസ് ക്വാളിറ്റേറ്റീവ് റിസർച്ചിനെയാണ് കൂട്ടിയിട്ടുള്ള റിസർച്ചിനെയാണ് നമ്മൾ എന്താ പറയാ, മിക്സഡ് റിസർച്ച് എന്ന് പറയാം. ഒരു ക്രോസ് സെക്ഷനിലും ലോഞ്ചിറ്റ്യൂഡിനലും കൂടെ ഉണ്ട് കേട്ടോ. ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റഡിങ് ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അറ്റ് എ സിംഗിൾ പോയിന്റ് ഓഫ് ടൈം. ഒരൊറ്റ എക്സാമ്പിൾ പറയാൻ, അതായത് നമ്മൾ ഒരു 20 വയസ്സുള്ള ആളുകൾ, പിന്നെ കുറച്ച് 40 വയസ്സുള്ള ആളുകൾ, പിന്നെ കുറച്ച് 60 വയസ്സുള്ള ആളുകൾ. ഓക്കെ, കുറച്ച് 20 വയസ്സുള്ള ആൾക്കാർ, കുറച്ച് 40 വയസ്സുള്ള ആൾക്കാർ, കുറച്ച് 60 വയസ്സുള്ള ആൾക്കാർ. ഇവരുടെയൊക്കെ ഹെൽത്ത് നമ്മൾ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യാണ്. ഒരു ടൈം ഇപ്പം ഇന്നിപ്പം ഇല്ലേ, ഇന്നത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു മാസം നമ്മൾ എന്ത് ചെയ്യുക, ഈ 20 വയസ്സുള്ള ആൾക്കാരുടെ ഹെൽത്തും 40 വയസ്സുള്ള ആൾക്കാരുടെ ഹെൽത്തും ഈ 60 വയസ്സുള്ള ആൾക്കാരുടെ ഹെൽത്തൊക്കെ ഒരേ അറ്റ് എ പോയിന്റ് ഓഫ് ടൈമിൽ നമ്മൾ മെഷർ ചെയ്യുന്നതിനെയാണ് നമ്മൾ, അതിനെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക, ക്രോസ് സെക്ഷണൽ എന്ന് പറയാം. എന്നാൽ ലോഞ്ചിറ്റ്യൂഡിനലോ, ലോഞ്ചിറ്റ്യൂഡിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, അതായത് ഇപ്പം 20 വയസ്സുള്ള ആൾക്കാർ ഓരോ ഹെൽത്ത് ഇപ്പം നോക്കുക, എന്നിട്ട് ഇവർക്ക് 40 വയസ്സാകുമ്പോൾ വീണ്ടും ഇവരെ പറ്റിയിട്ട് പഠിക്കുക, ഓരോ ഹെൽത്ത് അപ്പം എങ്ങനെ ഉണ്ട് എന്ന് പഠിക്കുക. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയാ, അപ്പൊ അവർ ചേഞ്ച് കാണാൻ വേണ്ടിയിട്ട് അതിനെയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ എന്ന് പറയുക. സ്റ്റഡി ദ സെയിം ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം ടു സീ. ഇത് ഇത്ര ഇമ്പോർട്ടന്റ് ഉള്ള. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ നമ്മളുടെ ക്ലാസ്സിലുള്ള നമ്മളിപ്പോ ഇതുവരെ റിസർച്ചിന്റെ ടൈപ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. റിസർച്ചിന്റെ ടൈപ്സിൽ എടുത്തിട്ടുണ്ടായിരുന്ന കീവേഡ്സിലെ നമ്മൾ ഒരുപാട് കീവേഡ്സ് പറഞ്ഞു നിങ്ങൾക്ക് ആൻസറിലേക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട്. അപ്പൊ അതിൽ പെട്ടിട്ടുള്ളതാണ് നമുക്ക് അല്ലെ. ഇപ്പൊ റിസർച്ചിന്റെ ടൈപ്പിൽ പെട്ടിട്ടുള്ള ഫണ്ടമെന്റൽ റിസർച്ച് ആണ് എന്നുണ്ടെങ്കിൽ ബേസിക് അല്ലെങ്കിൽ തിയററ്റിക്കൽ റിസർച്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ റിസർച്ച് ആണ്. ആൻഡ് അപ്ലൈഡ് റിസർച്ച് ആണെങ്കിൽ ആക്ഷൻ പ്ലസ് സയന്റിഫിക് സൊല്യൂഷൻ അല്ലെ, നമ്മൾ പറഞ്ഞു ആക്ഷൻ പ്ലസ് സയന്റിഫിക് സൊല്യൂഷൻ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, അപ്ലൈഡ് റിസർച്ചുമായിട്ട് കണക്ട് ചെയ്യണം. ആൻഡ് എക്സ്പ്ലനേഷൻ ആണെങ്കിൽ അതെന്താണ്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ആണ്. ഇനി അനലറ്റിക്കൽ അല്ലെങ്കിൽ അനലറ്റിക്കൽ റിസർച്ചിൽ വരുന്നതാണ് എന്ത്, അനലൈസ് എന്ന് പറയുന്നത് അല്ലെ, അനലിറ്റിക്കൽ റിസർച്ചിൻ്റെത്. ആൻഡ് എവിഡൻസ് ബേസ്ഡ് ആണെങ്കിൽ അതെന്താണ്, എംപിരിക്കൽ റിസർച്ച് ആണ് അല്ലെ. എവിഡൻസ് ബേസ്ഡ് ആണെങ്കിൽ അത് എംപിരിക്കൽ റിസർച്ച് ആണ്. ആൻഡ് എക്സ്പ്ലോറേറ്ററി അല്ലെ, എക്സ്പ്ലോർ അല്ലെങ്കിൽ ഡിസ്കവറി അല്ലെ ചെയ്യുക. നമ്മൾ ഒരു വിഷയത്തിനെ കുറിച്ചിട്ട് എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ അതിനെ, അല്ലെങ്കിൽ ഡിസ്കവറി ചെയ്യുകയാണെങ്കിൽ അതിനെ എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയും. ഇനി നമ്മൾ പാസ്റ്റ് ഇവന്റ്സിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതെന്താണ്, ഹിസ്റ്റോറിക്കൽ റിസർച്ച് ആണ്. ആൻഡ് ഇപ്പൊ അല്ലെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നടന്നു കഴിഞ്ഞു അല്ലെ, അല്ലെങ്കിൽ ഒരു കോസ് ആൻഡ് എഫക്റ്റ് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കാര്യം നടന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ നോക്കുന്നത്, അല്ലെങ്കിൽ ഒരു വിഷയത്തിന്റെ ഇമ്പാക്ട് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും, എക്സ്പോസ് ഫാക്ടോ റിസർച്ച് എന്ന് പറയാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഒരു പ്രോബ്ലത്തിന് പറ്റിയിട്ട് അല്ലെ ആണ് നമ്മൾ അതിനെ ഡയഗ്നോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഡയഗ്നോസ്റ്റിക് റിസർച്ച് എന്ന് പറയും. പിന്നെ ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ ആണെങ്കിൽ അല്ലെ, ഒരു ടീച്ചിങ് സെറ്റിംഗ്സിൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ അതെന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്, ആക്ഷൻ റിസർച്ചുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഒരു ഫോർമുലേറ്റീവ് റിസർച്ചിന്റെ കീവേഡ്സ് എന്ന് പറയുന്നത് എന്താണ്, ഫോർമുലേറ്റ് ഐഡിയ ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളത് ഫോർമുലേറ്റീവ് റിസർച്ച് ആണ്. ആൻഡ് വേരിയബിൾ, കോസ് ആൻഡ് എഫക്റ്റീവ്, മാനിപ്പുലേറ്റഡ് കൺട്രോൾഡ്, ഇതൊക്കെ എന്താണ് എക്സ്പെരിമെന്റൽ റിസർച്ചിന്റെ കീവേഡ്സ് വരുന്നതാണ്. അപ്പൊ ഈ കീവേഡ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 80% ആൻസറിലേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്.
നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.